خيرا كثيرا أما بعد سورة حديد 16-ാമത്തെ ആയത്തിൽ അല്ലേ? സൂറത്ത് ഹദീദ് 16-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون اعلموا أن الله يحيي الأرض بعد موتها قد بينا لكم الآيات لعلكم تعقلون إن المصدقين والمصدقات وأقرضوا الله قرضا حسنا يضاعف لهم ولهم أجر كريم والذين آمنوا بالله ورسله أولئك هم الصديقون والشهداء عند ربهم لهم أجرهم ونورهم والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض وعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മുനാഫിക്കീങ്ങളെക്കുറിച്ചും മുഅ്മിനീങ്ങളെക്കുറിച്ചും പറഞ്ഞു. സിറാത്ത് പാലത്തിനടുത്തെത്തുമ്പോഴേക്കും മുഅ്മിനീങ്ങൾ മുനാഫിക്കീങ്ങളുടെ പ്രകാശം എന്തായി പോവും? അണഞ്ഞു പോവും. പിന്നെ മുഅ്മിനീങ്ങളോട് അവർ ഞങ്ങൾ പ്രകാശത്തെ കൊളുത്തിയെടുക്കട്ടെ എന്ന് ചോദിക്കും. ഖീല ഇർജിഉ വറാഅക്കും ഫൽതമിസൂ നൂറ, നിങ്ങൾ പിന്നെ പോയിട്ട് അവിടുന്ന് പ്രകാശം കൊളുത്തിട്ട് വന്നോളീൻ എന്ന് പറയും എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ആഖിറത്തിലെത്തിയാൽ ഇന്നത്തെ ദിവസം ഫൽയൗമ ലാ യുഖദു മിൻകും ഫിദിയ, അന്നത്തെ ദിവസം നിങ്ങളിൽ നിന്നും ഫിദിയ എന്ത് ചെയ്യൂല? സ്വീകരിക്കപ്പെടുകയില്ല, ദണ്ഡം സ്വീകരിക്കപ്പെടുകയില്ല. വലാ മിനല്ലദീന കഫറു, അവിശ്വാസിച്ച ആൾക്കാരിൽ നിന്നും എന്ത് ചെയ്യൂല? പ്രായച്ചിത്തമായി ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല. മഅ്വാക്കുമുന്നാർ, നിങ്ങളുടെ സങ്കേതം എന്താണ്? നരകമാണ്. ഹിയ മൗലാക്കും, അത് നിങ്ങളെ എന്ത് ചെയ്യും? അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. വബിഇസൽ മസീർ, മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലം മഹാ മോശമാണ്. അത് കഴിഞ്ഞിട്ട് അള്ളാഹു ചോദിക്കാണ്, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ വലിയൊരു കടുപ്പപ്പെട്ട ഒരു ചോദ്യമാണത്.
അലം യഅ്നി ലില്ലദീന ആമനു, എന്താ വിശ്വസിച്ചവർക്ക് സമയമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അവരുടെ ഹൃദയങ്ങൾ വിനയാന്വിതമാവാൻ, താഴാൻ അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക്. വമാ നസല മിനൽ ഹഖ്, യാഥാർത്ഥ്യം സത്യം ഇറങ്ങിയ ഒന്നിലും. വലാ യകൂനു, അവരാകുകയില്ല, കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, അവർക്ക് മുമ്പ് കിതാബ് നൽകപ്പെട്ടവരെ പോലെ. ഫതാല അലൈഹിമുൽ അമദ്, കാലം അവരിൽ ദീർഘിച്ചുപോയി. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുപ്പമായി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധികം ആൾക്കാരും ഫാസിഖീങ്ങളാണ്, തമ്മാടികളാണ്. അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അവർക്ക് സമയമായില്ലേ എന്ന്. സമയമായില്ലേ. ഹൃദയം ഖുശൂഇലാവുക, ഭയഭക്തിയുള്ളതാവുക, കുനിയുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാനും അവൻ നിരോധിച്ച കാര്യങ്ങളെ വർജിക്കാനുള്ള അവസ്ഥ എന്തിനുണ്ടാവുക, ഹൃദയത്തിനുണ്ടാവുക. ആ ഒരു അവസ്ഥക്കാണ് വഅദ് നസീഹത്ത് സ്വീകരിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുക. ഇതിനാണ് ഖുശൂ എന്ന് പറയുന്നത്. ഖശ്യത്തുൽ ഖൽബ് എന്ന് പറഞ്ഞത് അതാണ്. ഹദ്റത്ത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ വരുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾ അമലിയായ നിലയിൽ അവർക്ക് ബലഹീനത വന്നു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. എപ്പോഴാണ് ആയത്തിറങ്ങുന്നത്? സഹാബാക്കൾക്കാണ് എന്തുണ്ടാകുന്നത്? അമലിൽ ബലഹീനത ഉണ്ടായി. അപ്പം അല്ലാഹു ഇറക്കി, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് എന്ന ആയത്തിറങ്ങിയത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മദീന മുനവ്വറയിലെത്തി സഹാബാക്കൾ മുഹാജിരിങ്ങൾ എല്ലാവരും. അവിടെ എത്തിയപ്പം കുച്ച് മാശി സഹൂലത്തെ और आराम मिला तो बाद हजरात अमल में अमल की जद्द व जहद जो उनकी आदत थी उसमें कुछ कमी और सुस्ती पाई गई. इस पर आयत नाजिल हुई. സഹാബാക്കൾ മുഹാജിരിങ്ങൾ മദീനയിലെത്തിയപ്പം സമാധാനവും കുറച്ച് നിർഭയത്വവും കുറച്ച് സഹൂലത്തും സൗകര്യവും ഒക്കെ കിട്ടിയപ്പം എന്തായി? അവർ മുമ്പ് ചെയ്തിരുന്ന, മക്കയിൽ ഉണ്ടാകുമ്പം ചെയ്തിരുന്ന ആ നിലയിലുള്ള അമലുകളും ദീനിന്റെ പരിശ്രമങ്ങളൊക്കെ എന്തായി? കുറച്ച് ബലഹീനതായപ്പം അല്ലാഹു തആല അവരോട് ചോദിക്കാണ്, എന്ത്? അലം യഅ്നി ലില്ലദീന ആമനു, അലം യഅ്നി സമയമായില്ലേ, ലില്ലദീന ആമനു ആർക്ക്? വിശ്വാസികളായ ആൾക്കാർക്ക് സമയമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് അവരുടെ ഹൃദയങ്ങളെ കീഴ്പ്പെടുത്താൻ അവർക്ക് സമയമായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹു ആയത്തിറക്കി. ഹദ്റത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ റിവായത്തിൽ വരുന്നുണ്ട്, ഈ ആക്ഷേപം ഇതിറങ്ങിയത് 13 വർഷത്തിന് ശേഷമാണ്. 13 വർഷം എന്ന് പറഞ്ഞാൽ മക്കയിലെ 13 വർഷത്തിന് ശേഷമാണ് ഈ ആയത്തിറങ്ങിയത്. ഈ ആയത്തിറങ്ങിയത് സഹാബാക്കൾ അമലുകൾ വിട്ടുപോവുകയോ അല്ലെങ്കിൽ അവരെ ഈമാനിൽ ബലഹീനത ഉണ്ടാവുകയൊന്നും ചെയ്തിട്ടല്ല. മുമ്പ് ചെയ്തിരുന്ന അമലുകളിൽ കുറച്ച് കുറവൊന്നും, ഫർളുസ്കാരം പോവുകയോ അങ്ങനൊന്നുമല്ല. അവരുടെ ആവേശവും ദീനിലേക്കുള്ള അവരുടെ ത്യാഗ മനോഭാവവും അതിലൊക്കെ ഭയങ്കര ഉഷാറിലുണ്ടായിരുന്ന അവരിൽ ചെറിയ ബലഹീനത വന്നപ്പം അപ്പം ഇറങ്ങിയതാണിത്. സഹാബാക്കളോട് ചോദിച്ചതാണ്. ഹദ്റത്ത് ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയാണ് कि रिवायत है कि रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने फरमाया, सबसे पहले जो चीज लोगों से उठा ली जाएगी वो खुशूआ है. ഇബ്ൻ കസീർ. ആദ്യമായി മനുഷ്യരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇല്ലാതായി പോകുന്നത് എന്താണ്? ഖുശൂ ആണ്, ഭയഭക്തിയാണ്. ആദ്യം ചെയ്യുക. അമലുകൾ ഉണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല? ഭയഭക്തി ഉണ്ടല്ലോ. പള്ളി നിറച്ചു നിസ്കാരക്കാരുണ്ടാവും, പക്ഷേ
ഖുശൂഓടുകൂടി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അതാണ് വേഗം എടുത്തു പോവുക. അതുകൊണ്ട് സഹാബാക്കളോട് അല്ലാഹു തആല ചോദിക്കാണ്, അവരിൽ ചെറിയ ബലഹീനത വന്നപ്പോൾ, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, എന്താ നിങ്ങൾക്ക് സമയമായില്ലേ അള്ളാഹുവിന്റെ ഓർമ്മയിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് വണങ്ങാൻ കീഴുതുങ്ങാൻ സമയമായില്ല? എപ്പോഴും നിങ്ങൾ ഗഫ്ലത്തിൽ കഴിയാണോ എന്ന് ആരോടാ ചോദിക്കണമെന്ന് ഓർക്കണം. നബിതങ്ങൾ ശാസനങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അത് ചോദിക്കണത്. അപ്പൊ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളോട് എന്ത് ചോദിക്കേണ്ടി വരും? അതുകൊണ്ട് ഭൗതിക വസ്തുക്കൾ സുഖലോലുപത അതിന്റെ റാഹത്ത് വരുമ്പം മനുഷ്യനെന്താവും ഇബാദത്തിലും അമലുകളിലൊക്കെ അതിന്റെ ബലഹീനതയും അതിന്റെ കുറവുകളും മനുഷ്യരിലുണ്ടാവും. അങ്ങനത്തെ സഹാബാക്കൾ ഈ ആയത്തിന്റെ പേരിൽ ഇത്താബ് എന്നാണ് മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ ഇത്താബ് എന്ന് പറഞ്ഞാൽ ആക്ഷേപം. എന്ത് ആക്ഷേപം? ഞങ്ങളെ ആക്ഷേപിച്ചു ആര്? ഞങ്ങൾക്ക് സമയമായില്ലേ എന്നുള്ള ചോദ്യം. വമാ നസല മിനൽ ഹഖ്, ഹക്കായ സത്യമായി ഇറങ്ങിയ കാര്യത്തിലേക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ അള്ളാഹുവിന്റെ ദിക്റിലേക്കും തിരിക്കാനുള്ള വിനയം കാണിക്കാനുള്ള സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, മുൻഗാമികളായ ഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ അവരെന്ത് ചെയ്യൂല, ആവുകയില്ല. അവർക്കെന്താ സംഭവിച്ചത്? മുൻഗാമികളായ ആൾക്കാർക്ക് ഗ്രന്ഥം ഉണ്ടായിരുന്നു, പക്ഷെ ആ ഗ്രന്ഥത്തെ അവർ പരിഗണിച്ചില്ല, അവർ ശ്രദ്ധിച്ചില്ല. ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, അവരുടെ മേൽ കാലഘട്ടം അങ്ങനെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അവർ വിട്ടുമാറി നിന്നപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ എന്തായി? അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. സത്യത്തിൽ ഖുർആനിലേക്ക് തിരിയാൻ, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് തിരിയാനാണ് അള്ളാഹുവിന്റെ കൽപ്പന ഉള്ളത്. വമാ നസല മിനൽ ഹഖ് എന്ന് പറഞ്ഞത്. എന്നിട്ട് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, മുൻഗാമികൾക്ക് ഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ നിങ്ങളാകരുത്. ഫതാല അലൈഹിമുൽ അമദ്, കാലഘട്ടം സുദീർഘമായി പോയി. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുപ്പമായി. ദീനിന്റെ കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയും അള്ളാഹുവിന്റെ ഓർമ്മ ഇല്ലാതിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ ഓർമ്മ അതുണ്ടാവാതിരിക്കുക. പിന്നെ ഖുർആനിൽ നിന്ന് വമാ നസല മിനൽ ഹഖ്, അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുമ്പോൾ ഹൃദയങ്ങൾ ഫഖസത് ഖുലൂബുഹും ഫതാല അലൈഹിമുൽ അമദ്, കാലഘട്ടം സമയം അത് സുദീർഘമാവുകയും ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുപ്പായി. ഹൃദയകാഠിന്യത ഉണ്ടാവും ദീനിന്റെ കാര്യങ്ങൾ കേൾക്കാതിരിക്കുമ്പോൾ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്ന ഒരു മനുഷ്യൻ 3 ദിവസം, എത്ര ദിവസം? 3 ദിവസം അല്ലാഹ് ആഖിറ റസൂൽ അതിനെപ്പറ്റി കേട്ടിട്ടില്ലെങ്കിൽ അയാളെ ഹൃദയം നിർജീവായി പോയി. ഹൃദയത്തിന്റെ ശരിക്ക് ജീവൻ എന്താണ് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും അള്ളാഹിനെ കുറിച്ച് കേൾക്കലുമാണ്. അതാണ് ഹൃദയത്തിന് എന്തുണ്ടാവുക? ജീവൻ ഉണ്ടാവുക. ഓക്സിജൻ അതാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്? അതിനെങ്ങനെ നിലനിർത്തുന്നത്? അതിന്റെ അളവുകൾക്ക് കുറവൊക്കെ ഉണ്ടാവും. ഓക്സിജന്റെ അളവ് എന്താണ്? ഓരോ അളവുകൾ ഉണ്ടായിന്. ഇത്ര അളവ് വന്നാലേ എന്തുണ്ടാവുള്ളൂ? അയാൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ, ജീവിക്കാൻ കഴിയുള്ളൂ. വെന്റിലേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഓക്സിജന്റെ ആ ഇതൊക്കെ എടുത്ത് നീക്കണമെങ്കിൽ അയാളുടെ ഓക്സിജൻ ഇത്ര അളവുണ്ടാവണം എന്നുണ്ട്. ഇതേപോലെ മനുഷ്യനിൽ ഈമാനിന്റെ അളവ് പറ്റ കുറഞ്ഞു പോവും. എന്തില്ലെങ്കിൽ? അള്ളാഹുവിന്റെ ഓർമ്മയില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള പറച്ചിൽ കേൾക്കലില്ലെങ്കിൽ, ഖുർആനായിട്ട് ബന്ധമില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഖുർആൻ അധികമായി ഓതാൻ പറയുന്നത്. അള്ളാഹുവിന്റെ ഓർമ്മയും ഖുർആന്റെ ഓതലുമാണ് മനുഷ്യന്റെ ഈമാനിനെ നിലനിർത്തുക. ഖുർആൻ ഓതുമ്പോ എപ്പ ഈമാൻ ഉണ്ടാവുക? ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പം എന്തുണ്ടാവും? അള്ളാഹുവിന്റെ ഓർമ്മ ഉണ്ടാവും, മനുഷ്യന്റെ ജീവിതം നന്നാവും. ഒരു മാലിക് ബിൻ ദീനാർ ഉണ്ട്. നമ്മളെ ഇവിടെ വന്ന മാലിക് ബിൻ ദീനാർ അല്ല, ഫളായിലെ സദഖാത്തിലുണ്ട്.
ഒരു മാലിക് ബിൻ ദീനാറിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം മഹാമോശമായ നിലയിൽ ഗഫ്ലത്തിൽ മദ്യപാനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കുട്ടി അദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആ കുട്ടിയുടെ മരണം ഉണ്ടായി. പിന്നെ അദ്ദേഹം ഇങ്ങനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കൂട്ടത്തിൽ കുന്നുകളിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. ആ കുട്ടീന്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തുമ്പം ശക്തമായ എന്തോ കറുത്ത സർപ്പം അയാളെ തടയുന്നത് കണ്ടു. അത് അയാളുടെ ജീവിതത്തിലെ ദുഷ്കർമ്മങ്ങളാണ്. അയാൾ ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കുമ്പം അയാളുടെ മനസ്സിൽ അന്ന് ആരോ അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരായത്താണ്, അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ല. ഈ ആയത്താണ് അയാളുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാക്കിയത്. എന്താ ഇനിയും ഈ മദ്യപാനവും ഈ അനാവശ്യങ്ങളും ഈ വൃത്തികേടുകളും 35, 40, 50, 60 കൊല്ലം കഴിഞ്ഞില്ലേ? അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ല വമാ നസല മിനൽ ഹഖ്. നിങ്ങൾക്ക് ഇനിയും മാറാനായിട്ടില്ലേ എന്നാണ് പടച്ചവൻ ചോദിക്കുന്നത്. ഇത്ര കൊല്ലം കഴിഞ്ഞില്ലേ? മക്കളും പേരക്കുട്ടികളും ആയില്ലേ? ഇനിയും നിങ്ങൾക്ക് ഈ ചിന്തകളിൽ നിന്ന് മാറി അള്ളാഹുവിന്റെ ഓർമ്മയിലേക്കും അവനെ വഴിപ്പെടുന്നതിലേക്കും നിങ്ങൾക്ക് തിരിയാൻ സമയം ആയില്ലേ എന്നാണ് ഈ ആയത്ത്. ഈ ആയത്തിനെ സഹാബാക്കൾ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. നമ്മളും ആലോചിക്കണം, ഇത് നമ്മളെ കുപ്പായത്തിന്റെ കോളർ പിടിച്ച് പടച്ചവൻ ചോദിക്കാനടാ, എത്ര കൊല്ലായി എന്റെ വായും വെള്ളവും എന്റെ ഭൂമിയിലെ തൊളിപ്പുറത്ത് ഞാൻ തന്നെ നിയാമത്തുകൾ ആസ്വദിച്ചിട്ട് നീ എന്നെ മറന്ന് ജീവിക്കണോ? നിനക്ക് ഇനിയും തിരിയാനായിട്ടില്ലേ? അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ല വമാ നസല മിനൽ ഹഖ്. സത്യത്തിൽ ഈ ആയത്ത് ഇതാണ് നമ്മളിൽ സത്യത്തിൽ പേടിപ്പിക്കണത്. നമ്മളോട് അള്ളാഹു ചോദിക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ? ഇത് അവരോട് മാത്രമല്ല, സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരെ ഈമാനിൽ അല്ലെങ്കിൽ അവരുടെ അമലുകളിൽ ചെറിയ ബലഹീനത വന്നു. നബി തങ്ങൾ അവരെ കൂടെ ഉണ്ട്, ഒരെന്നും നബി തങ്ങൾ കൂട്ടത്തിലുണ്ട്. ചെറിയ ബലഹീനത വന്നപ്പം അള്ളാഹു തആല ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടും നിങ്ങളോടുള്ള ചോദ്യം എന്താ? നമ്മളെ അമലുകളിലല്ല ബലഹീനത ഉള്ളത്, നമ്മൾ തിന്മകളിൽ ആഴത്തിൽ ഇറങ്ങിക്കെടുക്കുകയാണ്. നമ്മളോട് അള്ളാഹു ചോദിക്കാൻ ഈ തിന്മകളൊന്നും വിട്ടിട്ട് പോവാൻ നിങ്ങൾക്ക് സമയമായില്ലേ? നിങ്ങളെ താടി നരച്ചു തുടങ്ങി, നിങ്ങളെ മക്കളെ വിവാഹം കഴിഞ്ഞു, മക്കൾക്ക് പേരക്കുട്ടികളായി, എന്നിട്ടും നിങ്ങൾക്ക് തിരിയാനായിട്ടില്ലേ? ഇപ്പോഴും ഈ ഭൗതിക ജീവിതത്തിന്റെ ഹരങ്ങളിലും രസങ്ങളിലും മുഴുകി ജീവിക്കുകയാണോ? എന്താ നിങ്ങളെ ഹൃദയങ്ങൾക്ക് ഇപ്പോഴും പേടി തുടങ്ങിയിട്ടില്ലേ? മാലിക് ബിൻ ദീനാറിന്റെ ജീവിതത്തിനെ മാറ്റിയത്, അള്ളാഹുവിന്റെ ഇഷ്ടദാസനായി മാറാൻ അദ്ദേഹം പറഞ്ഞ കാരണം ഈ ആയത്ത് എന്നോട് ഉറക്കത്തിൽ ഇങ്ങനെ ഈ ഒരൊറ്റ ആയത്ത് ഇങ്ങനെ ഓതുന്നുണ്ട്. അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ല വമാ നസല മിനൽ ഹഖ് എന്ന് ഇതിങ്ങനെ ഓതിക്കേൾക്കുക. എനിക്ക് എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായി എന്ന്. സത്യത്തിൽ നമ്മളോടും കൂടിയുള്ള ചോദ്യമാണിത്. നമ്മൾ ഒറ്റ ആലോചിച്ച് നോക്കി, എത്ര കൊല്ലായി നമ്മൾ ഭൂമിന്റെ തൊലിപ്പുറത്ത് ജീവിക്കണേ? നമ്മൾ സുഖിച്ചു, നമ്മൾ രസിച്ചു, നമ്മൾ ഹരത്തിലുള്ളത്. അള്ളാനെ അറിഞ്ഞിട്ടും അള്ളാനെ അറിയാത്ത പോലെ ജീവിക്കാൻ നമ്മൾ. തിന്മയാണെന്ന് അറിഞ്ഞിട്ടും തിന്മേന്ന് കയറി നിൽക്കാൻ കഴിയുന്നില്ല. എന്താ നിങ്ങളെ ഹൃദയത്തിന് ഇനിയും സമയമായിട്ടില്ലേ? നിങ്ങൾ എന്താ കാത്തു നിൽക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. സത്യത്തിൽ ഇത് സഹാബാക്കളോടുള്ള ചോദ്യം അല്ല സത്യത്തിൽ. കാരണം സഹാബാക്കളോട് അത്ര കടുപ്പത്തിൽ ചോദിക്കേണ്ട, ഓരോട് ചെറിയ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് മാറ്റം വരുന്നുണ്ട്. സത്യത്തിൽ അന്ന് ആയത്ത് ഇറങ്ങിയാലേ ഇന്ന് ഈ ആയത്ത് നിലനിൽക്കുള്ളൂ, എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട്. എന്നോട് നിങ്ങളോടാണ് അള്ളാന്റെ ചോദ്യം. എന്താ നിങ്ങൾക്ക് സമയമായില്ലേന്ന് നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മളിപ്പോ എപ്പെങ്കിൽ തിരിയുണ്ടോ? ആഖിറത്തിലേക്ക് പോകാൻ, മരണത്തിന് ശേഷം ജീവിതത്തിലേക്ക് ഒരുങ്ങാൻ നമുക്ക് സമയമായിട്ടുണ്ടോ? ഇപ്പോഴും നമുക്ക് സമയമായിട്ടില്ലല്ലോ. ഇപ്പോഴും നമുക്ക് സമയത്തില്ല. നമ്മളേതോ അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോവാൻ. അതുകൊണ്ട് സാർമാരെ സ്നേഹന്മാരെ നമ്മൾ ആലോചിക്കണം. മരണം ഓരോരുത്തരും മുന്നിൽ ഇങ്ങനെ വരുന്നുണ്ട്. എപ്പോഴാ വരാന്നറിയില്ല. അള്ളാഹു ചോദിക്കാൻ നിങ്ങൾക്ക് ഇനിയും സമയമായില്ലേന്ന്. ഇത് നമ്മളോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ആയത്ത്. ഈ ആയത്ത് നമ്മളെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ ഒട്ടിക്കേണ്ട ആയത്താണ്. ഇടക്കിടക്ക് തോന്നേണ്ടതാണ്. എന്താ നിങ്ങൾക്ക് സമയമായി? ഇതാരാ ചോദിക്കുന്ന ആള്? ഇവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനല്ല ചോദിക്കണത്. ആരാ ചോദിക്കണത്? അള്ളാഹു ചോദിക്കാൻ. ഹാർട്ടിനെ മിടിപ്പിക്കണ അള്ളാഹ് ചോദിക്കാൻ. എന്താ നിങ്ങൾക്ക് സമയമായില്ലേ? നിർത്തിക്കൂടെ? എത്ര കാലായി ദുനിയാവിന്റെ വസ്തുക്കളിൽ കുടുങ്ങിയാൽ ആരെ മറക്കും? അള്ളാനെ മറക്കും. അതാണ് അള്ളാഹ് പറഞ്ഞത്. അല്ലാണ്ട് വെള്ളടിയും കഞ്ചാവും മാത്രമൊന്നുമല്ല.
അള്ളാനെ മറന്നിട്ടാണല്ലോ ജീവിക്കുന്നത്. അത് നിങ്ങൾക്ക് തിരിയാനായിട്ടില്ലേ? അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും. അവരുടെ ഹൃദയങ്ങൾ കടുപ്പമായി. വകസീറും മിൻഹും ഫാസിഖൂൻ. അധികം ആൾക്കാരും എന്താണ്? ആരാണ്? തമ്മാടികളാണ്. അധികം ആൾക്കാരും തമ്മാടികളായി. നമ്മൾ ആലോചിക്കേണ്ട വലിയൊരു കാര്യമാണിത്. മനുഷ്യന് ഗഫ്ലത്ത് കഴിഞ്ഞ് നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ രക്ഷപ്പെടാനുള്ള ആൾക്കാരാണെന്ന്. അത് നമ്മളെ വിചാരം പോലെ ആക്കുമാറാവട്ടെ. പക്ഷെ നമ്മളെ ഗഫ്ലത്തിന്റെ ആഴം, അശ്രദ്ധയുടെ ആഴം, അള്ളാനെ മറന്ന ആഴം നമുക്കിപ്പോഴും അറിയില്ല. അത് നമ്മൾ നോക്കലില്ല. നമ്മളിങ്ങനെ കാലം കഴിഞ്ഞുകൊണ്ട് വലിയ വലിയ വിഷയങ്ങൾ ആൾക്കാരിപ്പം വലിയ ചർച്ച ചെയ്യൽ ലോകത്ത് യുദ്ധം ഉണ്ടാവും എന്നൊക്കെയാണ്. ലോകത്ത് ഇനി ഒരു വലിയ യുദ്ധം ഉണ്ടാവോ, വലിയ പ്രശ്നങ്ങളുണ്ടാവോ, എന്തൊക്കെ ഉണ്ടാവും, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഭയങ്കര ചർച്ചകൾ. സ്വന്തത്തിനെ പറ്റി ഒരു ചർച്ചയും. ഇവിടെ യുദ്ധം ഉണ്ടായാലും ഇല്ലെങ്കിലും എന്റെ കഥ എന്താണ്? ലോകത്തെ വലിയ വലിയ സംഭവ വികാസങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത പലരും ഇന്ന് എവിടെ ഉള്ളത്? അവർ ഖബറിലെത്തി. അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ആലോചിക്കണം, നമ്മളുടെ ഖബറിലേക്കുള്ള യാത്ര എന്നാണെന്ന്. അന്ന് ഈ ആയത്ത് വേഗം മനസ്സിലാവും. പക്ഷെ അന്ന് മനസ്സിലായിട്ട് കാര്യമില്ല. ഇന്ന് ഒരുങ്ങുക. മരിക്കാന്ന് പറഞ്ഞൊരു സമയം നമ്മുടെ മുന്നിൽ നമ്മൾ പ്ലാൻ ചെയ്യില്ലല്ലോ. ഉണ്ടോ? 50 വയസ്സായി. ഒരു 15 വയസ്സുണ്ടാകുമ്പോൾ നമുക്കൊരു 50 വയസ്സായ ആളെ കണ്ടാൽ നമ്മളെന്താ പറയല്? വയസ്സനായിന്, അയാൾ മരിക്കാനായിന് എന്നൊക്കെ പറയും. ഞമ്മക്ക് 50 വയസ്സായപ്പോൾ നമ്മൾ ഓസ്ട്രേലിയക്ക് എന്തെങ്കിലും കയറ്റി അയക്കാൻ പറ്റുമോ എന്നുള്ളതിന്റെ ലൈസൻസിന് വാങ്ങിയെടുക്കണം. 50 വയസ്സായിട്ട് നമ്മൾ പലതിനെ പറ്റി ആലോചിച്ച് നടക്കണം. പക്ഷെ പോകാനുള്ള പരിപാടി ആയിട്ടില്ല. 51 വയസ്സുള്ള ഒരാൾ മരിച്ചപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ചവന്. അപ്പൊ അവനവിടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഒരാളിങ്ങനെ വിളിച്ചു തരുന്നുണ്ട്. 65 വയസ്സുള്ള ഒരാൾ വേറെ ആളോട് വിളിച്ചു വരികയാണ് ഈ മരണം. അപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട്, ചെറുപ്പക്കാരനാണോ? എത്ര വയസ്സാണ്? അവളൊന്നും അതിനത്ര വയസ്സൊന്നുമില്ല, ചെറുപ്പക്കാരനാണ്. എത്ര വയസ്സുണ്ട്? എന്താ അയാൾ അങ്ങനെ പറയാൻ കാരണം? അയാൾക്ക് 65 വയസ്സായി, അയാൾക്ക് 65 വയസ്സൊന്നും എന്തായി തോന്നിയില്ല, വയസ്സായിട്ട് തോന്നിയില്ല. അപ്പൊ അയാളെ താഴെയുള്ള ആളെ പറ്റി അയാൾ എന്ത് പറയാണ്? ചെറുപ്പക്കാരനാണ്. മനുഷ്യന്റെ അവസ്ഥ എന്തെങ്കിലും 65 വയസ്സായാലും നമുക്ക് വയസ്സായിട്ടില്ലല്ലോ. എപ്പോഴും എന്തെങ്കിലും പരിപാടി ചോദിച്ചു നടക്കുന്ന ആളുണ്ട്. ആര്? 60 വയസ്സുള്ള ആള്, 65 വയസ്സുള്ള ആള് പല പരിപാടി നിർത്തി കയ്യേക്ക് കയറില്ല. കയ്യേക്ക് കയറാനുള്ള ശ്രമമില്ല. ആരാണ് ഇവിടെ കയറാനുള്ളത്? കയ്യേക്കിട്ട് ദുനിയാവെന്ന് കയറാൻ ആരാണുള്ളത്? പാടത്ത് വൈകുന്നേരം മഗ്‌രിബിന്റെ സമയമായി എന്നാ കൈയും കാലും കഴുകി കയറാന്ന് പറയില്ലല്ലോ. ആ കയറൽ ആരാണ് ദുനിയാവെന്ന് കയറിയത്? കയറാൻ കഴിയില്ല. ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾക്ക് സമയമായില്ലേ? കുട്ടികൾ പന്തലിച്ച് നേരെ ഇട്ടാല് കാരണന്മാരെന്നിട്ട് എന്താ പറയല്? എടാ നേരെ മോന്തിയേരെ കയറാനായില്ല നിങ്ങൾക്ക് ചോദിക്കല്ലേ? ആ ചോദ്യം തന്നെയാണ് ആരും ചോദിക്കുന്നത്, അള്ളയും ചോദിക്കുന്നത്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ് മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും. അള്ളാഹുവും പറഞ്ഞത് തന്നെ, നിങ്ങളെ ഹൃദയം കടുത്തു. ഈ ദുനിയാവിന്റെ മേൽ അട്ടിക്ക് നിന്നാൽ ഹൃദയം എന്താവും? 65 വയസ്സുള്ള ആളും ദുനിയാവിൽ ഇങ്ങനെ കടന്ന് അതിന്റെ സമ്പാദനത്തിന്റെ വഴിയിൽ ഓടുകയാണെങ്കിൽ അയാളെ ഹൃദയം എന്താവും? പറയുവായി കടുത്തുപോവും. അയാൾക്കും പോകാനുള്ള ചിന്ത ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മളവസ്ഥ എന്താണ്. ഇപ്പോഴും കോടികളുടെ കച്ചവടം ചെയ്യാനുള്ള തിരക്കാണ്. ഒരു കോടി ആസ്വദിക്കാനൊന്നും ഇനി എന്തില്ല. അള്ളാഹു ചോദിക്കാൻ നിർത്താനായില്ലേ എന്ന് തുടങ്ങിയത്? ഒരു മനുഷ്യന്റെ ആഖിറത്തിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ആണ് അയാളുടെ ദുനിയാവ്. ഇത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം നമ്മളൊക്കെ അളക്കുന്നത് ദുനിയാവിനെ വെച്ചിട്ടാണ്. ബാക്കിൽ വരുന്നുണ്ട് ദുനിയാവ്. സാറന്മാരെ നമ്മളെ പരീക്ഷിക്കാനും വഞ്ചിക്കാനും ചതിക്കാനുമുള്ള സാധനമാണെന്നുള്ള കാര്യം നമ്മളെന്തായിന് നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് അള്ളാഹുവിന്റെ ചോദ്യമാണത്. സത്യത്തിൽ ഇത് നമ്മൾ കാണാതെ പഠിക്കണം. ഇത് നമ്മളോട് ചോദിക്കണം. ഇതിന്റെ തഫ്സീറിൽ പല സംഭവങ്ങളും പറയുന്നുണ്ട്. ഈ ആയത്തുകൾ പലരുടെയും ജീവിതത്തിന് എന്താക്കിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് നിർത്താനായില്ലേന്ന്. എന്താ നിർത്താനായില്ലെന്ന് ചോദിച്ചത്? മദ്യപാനം മാത്രമല്ല,
തോന്നിയാസം മാത്രല്ല, അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്ന് നിങ്ങളെ വിസ്മരിപ്പിക്കണ ദുനിയാവിന്റെ ഏർപ്പാടുകളിൽ നിന്നും നിങ്ങൾക്ക് വിരമിക്കാൻ സമയായില്ലേ? അവിടെ സാർമാരെ സ്നേഹമാരെ ഇപ്പോഴും നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് നടക്കാൻ അതിന്റെ പേരിൽ ആഹാരം കേടുവരുന്നുണ്ട്. അത് നമ്മളെന്ത് ചെയ്യില്ല, അറിയില്ല. ഓരോ പരിപാടി തുടങ്ങുന്നതിനനുസരിച്ച് എന്താ ഉണ്ട്, അതിന്റെ മസൂറിയും അതിന്റെ മീറ്റിങ്ങും അതിന്റെ പരിപാടിയായിട്ട് ഇങ്ങനെ പോണതിനനുസരിച്ച് നിസ്കാരവും ബാക്കിയുള്ളതൊക്കെ ഗഫ്ലത്ത് കയറിക്കൂടാൻ. ഖുർആൻ ഓതാൻ നേരമില്ല, ദിക്റിന് നേരമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തു പോയാൽ പിന്നെ മനുഷ്യനൊന്നും പറഞ്ഞാലും കൂടി എന്താവൂല മനസ്സിലാവില്ല. ഇതൊക്കെ പറഞ്ഞാൽ ദുനിയാവ് അങ്ങനെ സംഭവിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കും. ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ആ സംഗതി കടുത്തുപോയി. ഇനി ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ ഇഅ്ലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ യുഹ്യിൽ അർള ബഅദ മൗതിഹാ, അല്ലാഹു തആല ഭൂമിയെ ജീവിപ്പിക്കുന്നു. ബഅദ മൗതിഹാ, അത് മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭൂമി നല്ല വെയിലൊക്കെ വന്നാൽ എന്താവും, അതിന്റെ പച്ചപ്പൊക്കെ ഉണങ്ങിപ്പോവും. പിന്നെ ഒരു മഴ പെയ്യുമ്പോൾ എന്താവും, ഖദ് ബയ്യന്നാ ലക്കുമുൽ ആയാതി ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ വെളിവാക്കി തരികയാണ്, വിശദീകരിച്ചു തരികയാണ്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവർ ആയേക്കാം. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ചു തരികയാണ്. എന്ന് വെച്ചാൽ മരിച്ചതിന് ശേഷം എന്തുണ്ടാവും, ഒരു ജീവിതം പിന്നീടുണ്ടാവും. ഇന്നൽ മുസ്തദ്ദിഖീന വൽ മുസ്തദ്ദിഖാത്ത്, ഇന്നൽ മുസ്തദ്ദിഖീന, നിശ്ചയമായും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ, വൽ മുസ്തദ്ദിഖാത്ത്, ദാനധർമ്മം ചെയ്യുന്ന സ്ത്രീകളും, വഅഖറുല്ലാഹ ഖർളൻ ഹസന, വഅഖറുല്ലാഹ ഖർളൻ ഹസന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായില്ലേ, വഅഖറുല്ലാഹ ഖർളൻ ഹസന, അല്ലാഹ്ക്ക് നല്ല കടം കൊടുക്കുകയും ചെയ്യുന്നവർ, യുളാഅഫു ലഹും, അവർക്കെന്തെയും ഇരട്ടിയാക്കപ്പെടും, വലഹും അജ്റുൻ കരീം, മാന്യമായ പ്രതിഫലവും ഉണ്ടാവും അവർക്ക്. ഇത് വീണ്ടും പറയണേ, കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ആയത്തിൽ എന്ത് ചെയ്തിന് ഇത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പിന്നെയും പറയാണ്. എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞാൽ, ദുനിയാവ് വാരിക്കൂട്ടാനുള്ളതല്ല, അതെന്താണ് അത് കൊടുത്തു തീർക്കാനുള്ളതാണ്. ബുദ്ധിയുള്ളവരൊക്കെ അള്ളാഹ്ക്ക് നല്ല കടം കൊടുത്തോളീ, മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ പറഞ്ഞിട്ട്, അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് എന്ന ആയത്ത് പറഞ്ഞതിന് ശേഷം പിന്നെ ഇത് പറഞ്ഞത് എന്തിനാണ് എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ മനസ്സിനെ അള്ളാഹുവിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു അമലാണ് എന്ത് സദഖ. എങ്ങനെ ഉണ്ടാക്കുന്നത്, കൊടുക്കുമ്പം എന്താവും, ഹൃദയത്തിന് എന്തുണ്ടാവും, മയണ്ടാവും. ഹൃദയത്തിന് മയണ്ടാവുക മാത്രമല്ല, വഅഖറുല്ലാഹ ഖർളൻ ഹസന, അള്ളാഹ്ക്ക് നല്ല കടം കൊടുക്കുക. അപ്പൊ ആർക്ക് വേണ്ടി അത് കൊടുക്കുന്നത്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. എവിടെയാണോ മനുഷ്യൻ അവന്റെ സമ്പത്തിനെ നിക്ഷേപിക്കുന്നത് അതിലേക്ക് ഹൃദയം മടങ്ങും. ഹൃദയത്തിന്റെ സ്വഭാവം അതെവിടെയുള്ളത് അവിടേക്ക് പോകും. അപ്പൊ ആൾക്കാർക്ക് കണ്ടമാനം പൈസ ഇറക്കി വലിയ സൂപ്പർ മാർക്കറ്റും വലിയ ബക്കാലിയും അല്ലെങ്കിൽ വലിയ ഹോട്ടലൊക്കെ ദുബായിലുണ്ടെങ്കിൽ അയാൾ എത്ര അവിടെ നിൽക്കാൻ വിചാരിച്ചാലും എന്ത് ചെയ്യും, അയാൾക്ക് അവിടെ ഇങ്ങനെ എത്തേണ്ടി വരും. കാരണം അയാളുടെ സമ്പത്ത് എവിടെയുള്ളത് അവിടെ ഉള്ളത്, അയാൾ അവിടെ ദുബായി പോകും, അല്ലെങ്കിൽ സൗദിയിലാണ് സൗദിക്ക് പോവും. അത് അവിടെ ഉള്ളത് അവിടേക്ക് ഹൃദയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഹൃദയം അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞാണ്, ഹൃദയത്തിനെ നേരാക്കല്ലേ വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ആർക്ക് കടം കൊടുത്തേക്കും, അള്ളാഹ്ക്ക് കടം കൊടുത്തേക്കും. ഒരു ബാങ്കിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ 2 ലക്ഷം രൂപ ഉണ്ട്. അപ്പൊ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ തന്നെ ഒരു ATM കാർഡും തരും. ആര്, ബാങ്ക്. ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്തോളി തന്നിട്ട്. ആ ATM കാർഡ് നമ്മളെ പോക്കറ്റ് ഉണ്ടാവുള്ളൂ. 2 ലക്ഷം എവിടെ ഉള്ളത്, ബാങ്കിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ യാത്രയിലൊക്കെ
നമ്മളാ ബാങ്കിന്റെ ഒരു കുറ്റി, ATM കാർഡിന്റെ ആ കുറ്റി കണ്ടാൽ നമുക്കൊരു സമാധാനമായിരിക്കും, ആണല്ലേ? ഒരു സമാധാനമായിരിക്കും. ട്രെയിനിൽ പോവാണ്, അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ആ കുറ്റി, ആ ഒരു സമാധാനം. കാരണം എന്താ പറയുക, നമ്മളെ പൈസ ആയിട്ടല്ലേ. അതിനോടൊരു ബന്ധം ഉണ്ടാവും. നമ്മൾ ഒരു റൂം എടുത്ത് വെറുതെ ജനലെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ആ ATM-ന്റെ കുറ്റി അടണ്ടെങ്കിൽ ഞങ്ങൾ പൈസ ഒന്നും വേണ്ട, എന്നാലും ഒരു റാറ്റാണ്. മാഷാ അല്ലാഹ് നമ്മൾ അടുത്തന്നെ ഉണ്ട്. ആര്? കാരണം നമ്മളെ സമ്പത്ത് അവിടെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിനൊരു ചായ്വുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാത്തി. പിന്നെ വഅഖർദുല്ലാഹ ഖർദൻ ഹസന. എന്തിനാ അല്ലാഹു തആലയുടെ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാത്തി എന്ന് പറഞ്ഞത്? പൊതുവെ ആളുകൾക്കുള്ള ധാരണ സമ്പത്ത് ചെലവഴിക്കേണ്ടത് ആരാണ്? ആണുങ്ങളാണെന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. സത്യത്തിൽ ചെലവഴിക്കൽ ആരാണ്? പെണ്ണുങ്ങളാണ് അധികം ദീനിന്റെ വഴിയിൽ എന്താക്കല്. നിങ്ങൾ പറയാത്ത പെണ്ണുങ്ങളെ ചെലവാക്കല്. ഒരു വയലൊക്കെ കാട്ടാല് ഒരു ഉറുപ്പ് കൊടുക്കാതെ ആര് പോവും? പെണ്ണുങ്ങൾ പാവം ഓൽക്ക് ഇഷ്ടപ്പെട്ട മൂതിരും വളയൊക്കെ എന്താക്കും, ഊരിട്ട് കൊടുത്തു. ഓൽക്കൊരു സ്വർഗവും ഒരു കബറും ഒരു ആഹുറൊക്കെ വളരെ പറഞ്ഞ ഐറ്റങ്ങൾ ഊരിട്ട് കൊടുക്കും. പക്ഷെ പൊതുവായി അത് അങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ വൈ കിട്ടുള്ളൂ. അല്ലാത്തവർക്കൊന്നും കിട്ടൂല. ബോധപൂർവം പോലും ഇങ്ങനെ കണ്ടറിഞ്ഞ് ആ സ്റ്റെപ്പൊക്കെ ഉണ്ടായിന് ഇനി അങ്ങനെ പറഞ്ഞിട്ട് ആ സ്വർഗത്തിന്റെ വാതിൽക്കൽ അടങ്ങനെ അത് നിർത്തും. ഇനി കയറണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഊരിയാലേ നടക്കുള്ളൂ എന്ന് പറയുമ്പോഴേ പോലും ഊരുള്ളൂ. ആണുങ്ങൾ പിന്നെ ആദ്യം തന്നെ ബോധത്തോടു കൂടിയാണ് ഇരിക്കണത്. എന്ത് ഇതൊക്കെ ഒരു ഉടായിപ്പ് പരിപാടിയാണ്, ഇതൊന്നും കേട്ട് കായ് എടുത്തിട്ട് കായ് എന്ത് ചെയ്യണ്ട. അതുകൊണ്ട് അല്ലാഹു തആല പറയാൻ പൊതുവെ സ്ത്രീകൾക്ക് ദാനധർമ്മം ചെയ്യണം എന്നുള്ള ബോധം ഉണ്ടാവൽ കുറവാണ്. ചെയ്യൂര് കുറെ ഒരു ഫിക്റൊക്കെ ആയാലും, പക്ഷേ ആവശ്യങ്ങൾക്കും അവസ്ഥകളും കണ്ടറിഞ്ഞ് ചെയ്യൽ കുറവയ്ക്കും. അതുകൊണ്ട് പറയാണ് ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ള കാര്യമല്ല, ആർക്കൂടി ഉള്ളതാണ്. എന്നൽ മുസ്തദ്ദിഖീന എന്ന് മാത്രം പറഞ്ഞാലും ആരും പെട്ടു. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ പുരുഷന്മാരോടാണ് എന്തുണ്ടാല്. അഖീമുസ്സല എന്ന് പറഞ്ഞാൽ പുരുഷന്മാരോടാണ് എന്ത് കൽപ്പന ഉള്ളത്. പക്ഷെ അത് ആണിനും പെണ്ണിനുള്ളതാണ്. പക്ഷെ ഇവിടെ അള്ളാഹ് എടുത്തു പറയാണ് ഇന്നൽ മുസ്തദ്ദിഖീന വൽ മുസ്തദ്ദിഖാത്ത്. മുസ്തദ്ദിഖീങ്ങളും മുസ്തദ്ദിഖാത്തുകളും സദഖ ചെയ്യുന്ന ആൾക്കാർ. പിന്നെ വഖറുല്ലാഹ ഖർദൻ ഹസന, അള്ളാഹ്ക്ക് നല്ല കടം കൊടുക്കുന്നവർ. എന്നിട്ടോ അള്ളാഹ് പറയാണ് കടം തന്നാൽ എന്തുണ്ടായ യുളാഅഫു ലഹും വലഹും അജ്റുൻ കരീം, അവർക്കതിനെ ഇരട്ടിയാക്കപ്പെടും. ഇരട്ടിയാക്കപ്പെടും. നിങ്ങൾ കൊടുക്കുന്നതിന് ഇരട്ടി ഉറപ്പായിട്ട് എന്ത് ചെയ്യും? കിട്ടും. വലഹും അജ്റുൻ കരീം, മാന്യമായ പ്രതിഫലം ഉണ്ടാവും. എന്ത് പ്രതിഫലം? എന്താ പ്രതിഫലത്തിന് മാന്യത വരാൻ കാരണം? ഒരു ആളെ പണിക്ക് വിളിച്ചു. ചെറിയൊരു പണിയിൽ ഒരു മോട്ടർ നന്നാക്കി അല്ലെങ്കിൽ ഒരു അതിന്റെ വയറൊന്ന് ശരിയാക്കി ഇങ്ങോട്ടാക്കി ഇങ്ങനെ പോവാണ്. സത്യത്തിൽ അയാൾ ചിലപ്പോൾ ഒരു 25 മിനിറ്റേക്ക് പണിയെടുത്തിണ്ടാകുക. പക്ഷെ മാന്യനായ ഒരാള് അയാൾക്കൊരു മാന്യമായ കൂലി കൊടുക്കും. ഇല്ലേ? കൊടുക്കൂലേ? വേറെ കണക്കും ആകെ 20 മിനിറ്റ് പണിയെടുത്തുള്ളൂ പറഞ്ഞിട്ട് ഒരു 200 രൂപ കൊടുക്കും. സത്യത്തിൽ അയാൾ വരികയും അയാൾ പോവുകയും അയാൾ രണ്ടിന്റെ എണ്ണയും ഒക്കെ ഉണ്ടല്ലോ. ഒരു മാന്യനായ ആൾ ഒരു മാന്യമായ കൂലി എപ്പോഴും കൊടുക്കും. അതിന്റെ കുറച്ച് കൊടുക്കാൻ അയാൾക്ക് കഴിയില്ല. ആൾക്കാർ കുറച്ച് പറഞ്ഞാൽ അത് ശരിയല്ല എന്നൊക്കെ പറയാൻ. അപ്പൊ മാന്യന്മാരിൽ മാന്യനാണ് ആര്? അള്ളാഹു കരീമാണ്. മാന്യൻ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ വെക്കണേ ഈ കരീമിന്റെ അർത്ഥം എന്താണ്? മാന്യൻ എന്ന് നമ്മളിങ്ങനെ പറയുന്നല്ലാണ്ട് കരീമിനൊരു വേറെ അർത്ഥമുണ്ട്. ചോദിക്കാതെ കൊടുക്കുന്ന ആൾക്കാണ് എന്ത് പറയല്? കരീം എന്ന് പറയും. കറം എന്ന് പറഞ്ഞാൽ എന്താ? യാദൽ ജലാലി വല്ലിഖ്റാം ഒക്കെ ഉണ്ട്. കറം ഔദാര്യവാൻ, ഔദാര്യം എന്നൊക്കെ നിന്നുള്ള തന്നെയാണ് എന്ത്? കരീം. മക്കാരിം ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്.
സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്നെ അയച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ കരീമാണ്. ചോദിക്കാതെ ആളുടെ അവസ്ഥ മനസ്സിലാക്കി കൊടുക്കുന്നതിനാണ് എന്ത് പറയല്? കരീം പറയല്. കരീം എന്നാണ്. മാന്യമായി കൊടുക്കുക, അവസ്ഥകൾ നോക്കി കൊടുക്കുക. അള്ളാഹ് ഭയങ്കര കരീമാണ്. അതുകൊണ്ടാണ് അറബികളൊക്കെ കൊള്ളടിച്ചാലും ഓലെന്ത് പറയല്? അള്ളാഹ് കരീം. അള്ളാഹ് കണ്ടറിഞ്ഞ് തരുന്ന ആളാണ്. കൊടുത്തും ചെയ്തോളൂന്നുണ്ടാവും ചിലപ്പോ. എന്ത് അള്ളാഹ് കരീം എന്നാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് വലഹും അജ്റുൽ കരീം, പ്രതിഫലം. പിന്നെ അപ്പൊ ഹൃദയത്തിനെ ശരിക്ക് കീഴ്പ്പെടുത്താനുള്ള വലിയൊരു വഴിയാണെന്ത്? സദക്ക. സമ്പത്തിനെ, കുറച്ച് സമ്പത്തൊക്കെ അള്ളാഹ്ക്കാട് കൊടുക്കുമ്പം അതിനോടുള്ള ആർത്തി എന്താവും? കുറെ പറയില്ലേ, ഒരാൾ ഭയങ്കര കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കി, അതിനൊരു വലിയ തുക അള്ളാഹ്ക്കാട് കൊടുക്കുമ്പം പിന്നെ പൊതുവെ ആർത്തി ഉണ്ടാവില്ല. തരുന്ന അതിന് അള്ളാഹ്ക്ക് കൊടുക്കാം. എന്തായാലും എനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, അത് എന്തിനുള്ളതാണ്? അപ്പൊ പിന്നെ അവന്റെ അവസ്ഥകളെ ശ്രദ്ധിച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ? സമ്പാദിക്കുള്ളൂ, വാരിക്കൂട്ടുള്ളൂ. അള്ളാഹ്ക്ക് കൊടുക്കാനുള്ളതാണ്. അള്ളാഹിനെ വെറുപ്പിച്ചിട്ടുണ്ടാക്കാൻ എന്ത് ചെയ്യൂല? ശ്രമിക്കൂല. അതുകൊണ്ടാണ് ഐലാജ്, ചികിത്സയാണ് എന്ത്? സദക്ക എന്നുള്ളത്. ദുനിയാവിനോടുള്ള വിരക്തി ഉണ്ടാവാനുള്ള ഒരു അമലി മഷ്കാണ് എന്ത്? സദക്ക. അള്ളാഹ് തരുന്നതിന് ഒരു ഓഹരി അള്ളാഹ്ക്ക്, അള്ളാഹിന്റെ വഴിയിൽ, അള്ളാഹിന്റെ തെറ്റിയുടെ വഴിയിൽ അള്ളാഹ്ക്ക് കടം കൊടുക്കുക. അള്ളാഹ്ക്ക് കടം കൊടുക്കുക. അപ്പൊ ഹലാല് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അയാള് വെറുതെ എന്തിനാ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹറാമ് ഉണ്ടാക്കുന്നത്? എന്തിനാ കളവ് പറയുന്നത്? എന്തിനാണ് എന്നൊക്കെ അയാൾ ചിന്തിക്കാൻ തുടങ്ങും. ഉണ്ടാക്കുന്നത് ആർക്ക് കൊടുക്കാനാണ്? ഒരു ഓഹരി അള്ളാഹ്ക്ക് കൊടുക്കാനുള്ളതാണ്. പിന്നെ എന്തിനാ കളവ് പറയുന്നത്? എന്തിനാ വഞ്ചിക്കണേ? എന്തിനാ ചതിക്കണേ? മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക്? അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ ആയത്ത് ഓതിയതിന് ശേഷം തൊട്ടു പിന്നാലെ ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാതി വഅഖറളുല്ലാഹ ഖർദൻ ഹസന, പിന്നെ യുളാഅഫു ലഹും വലഹും അജ്റുൻ കരീം. അല്ലാഹ് ഇരട്ടിയായിട്ട് തരും. വലഹും അജ്റുൻ കരീം, വളരെ മാന്യമായ പ്രതിഫലവും അവർക്കുണ്ടാവും. പിന്നെന്തിനാ പേടിക്കുന്നത്? വല്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ വസ്സുഹദാഉ ഇൻദ റബ്ബിഹിം ലഹും അജ്റുഹും വനൂറുഹും വല്ലദീന കഫറൂ വകസ്സബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. വല്ലദീന ആമനു, വിശ്വസിച്ച ആൾക്കാർ. ആരില്? ബില്ലാഹി, അല്ലാഹുവിലും, വറുസുലിഹി, അവന്റെ മുർസലി. റസൂലിന്റെ ബഹുവചനാണെന്ത്? റുസുൽ. റസൂലിന്റെ ബഹുവചനാണെന്ത്? റുസുൽ. മുർസലീങ്ങളിലും വിശ്വസിക്കുന്ന ആൾക്കാർ, അവരെ പറ്റി അല്ലാഹ് പറയാണ് ഉലൈകഹും, അവർ തന്നെയാണ് അസ്സിദ്ദീഖൂൻ, സിദ്ദീഖീങ്ങൾ. ആര്? വസ്സുഹദാ, ശുഹദാക്കളും. സിദ്ദീഖും ശുഹദാക്കളും കേട്ടില്ല നിങ്ങൾ? വസ്സുഹദാഉ ഇൻദ റബ്ബിഹിം, അവർ റബ്ബിന്റെ അടുക്കൽ എന്താണ്? അവർ ശുഹദാക്കളും സിദ്ദീഖീങ്ങളുമാണ്. അപ്പൊ സിദ്ദീഖും ശുഹദാവും ആവാനുള്ള മാർഗം എന്താണ്? അള്ളാഹുലും അവന്റെ റസൂലിലും മുർസലീങ്ങളിലും എന്താക്കലാണ്? വിശ്വസിക്കലാണ്. അപ്പൊ എല്ലാ മുഅ്മിനീങ്ങളും എന്താണ്? സിദ്ദീഖീങ്ങളും ശുഹദാക്കളും. ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ. أولئك أنعم الله عليهم من النبيين والصديقين والشهداء والصالحين فحسن أولئك رفيقا. മനസ്സിലായില്ലേ? അള്ളാഹു അനുഗ്രഹിച്ചവരാണ് ആര്? സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ,
ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പിന്നെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ഞങ്ങൾക്ക് നേരെ ചൊവ്വായ മാർഗം കാണിച്ചു തരണേ. അല്ലദീന, എങ്ങനെയുള്ള മാർഗമാണ്? അൻഅംത അലൈഹിം, നീ അവരുടെ മേൽ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ ഞങ്ങളാക്കണമേ. ആരാണ് അനുഗ്രഹം ചെയ്ത ആൾക്കാർ? അവിടെ വേറെ സ്ഥലത്ത് അല്ലാഹു പറയാണ്, ഉലൈക അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ ഫഹസ്ന ഉലൈക റഫീഖ. നല്ല കൂട്ടുകാരാണ് അവർ. അതുകൊണ്ട് ചില മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, എല്ലാ മുഅ്മിനീങ്ങളും എന്താണ്? സിദ്ദീഖീങ്ങളും ശുഹദാക്കളുമാണ്. അതാണല്ലോ എന്ത് പറഞ്ഞത്? അല്ലാഹു തആല പറഞ്ഞല്ലോ, വല്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ വസ്സുഹദാ, അവർ സിദ്ദീഖീങ്ങളും ശുഹദാക്കളുമാണ് എന്ന്. മനസ്സിലായില്ലേ? പക്ഷേ അങ്ങനൊക്കെ തന്നെയാണെങ്കിലും ഏറ്റവും ഉയർന്ന തബഖയിലുള്ള ആൾക്കാരാണ് ആര്? സിദ്ദീഖീങ്ങളും ശുഹദാക്കളും. സഹാബാക്കളുടെ ദർജകളാണ് സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ എന്നൊക്കെ പറഞ്ഞത്. ഏറ്റവും ഉയർന്ന ദർജയാണ്. പക്ഷെ ഓരോ മുഅ്മിനും അധ്വാനിക്കേണ്ടത് എന്താണ്? ആ ദർജയിലേക്ക് എത്താൻ. ആ ദർജയിൽ എത്താനുള്ള കാരണം അള്ളാഹുവിലും അവന്റെ റസൂൽ സാധനങ്ങളിലും ഉള്ള വിശ്വാസമാണ്. അതിന്റെ അളവ് കൂടുന്നതിനനുസരിച്ചാണ് എന്ത് കൂടുക? എന്ത് ചെയ്യുക? ദർജ കൂടുക. നമുക്ക് ദുനിയാവിൽ എല്ലാ കാര്യത്തിലും ഉണ്ടാ ദർജകൾ ഇല്ലേ? കേരളത്തിലെ 10 ആൾക്കാരിൽ 10 കോടീശ്വരന്മാരിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ കോടിയുള്ള എല്ലാവരും വിടുവൈ കോടിയുള്ള എല്ലാവരും വിടും. 10 കോടീശ്വരന്മാർ എന്നാ പറഞ്ഞത്. കോടികളുള്ള ആളെല്ലാവരും അതിൽ വിടുവോ? ഇല്ല. അപ്പൊ എന്താണ് അതിനൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ കോടിയുള്ള ആൾ 1-ാം നമ്പർ, പിന്നെ 2-ാം നമ്പർ, പിന്നെ 3-ാം നമ്പർ, അങ്ങനെ കണക്ക് കൊടുത്തതിൽ 10 ഉള്ള ആ 10 ആൾക്കാർ. പക്ഷെ എല്ലാവരുടെയും പരിശ്രമം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനാവാനുള്ള പരിശ്രമമാണ് കേരളത്തിലെ കോടീശ്വരന്. ഇന്ത്യയിലെ കോടീശ്വരന്റെ വിക്രം എന്തേക്കും? ലോകത്തിലെ വലിയ സമ്പന്നന്മാരുടെ പട്ടികയിൽ എത്തണം. അതിന്റെ അധ്വാനങ്ങളാണ് പിന്നെ എന്ത് ചെയ്യുക? എത്തുക. അങ്ങനെ ഓരോ കാര്യത്തിനും അതിന്റെ ദർജകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓക്സിജൻ എടുക്കുന്നുണ്ട്, അതിന് ഇത്ര അളവേ ഉള്ളൂ, അതുകൊണ്ട് അത് പോരാ, അതിന് വേറെ വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ ഈമാൻ എന്താണ്? ബലഹീനമായ ഈമാനാണ്. ശക്തിയുള്ള ഈമാൻ ആവുമ്പം ഏത് ദർജക്കെത്തും? സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും ദർജയിലേക്കാണ് എത്തേണ്ടത്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പരിശ്രമിക്കേണ്ടത്, അധ്വാനിക്കേണ്ടതും. ഇതെന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ, മനുഷ്യൻ അവന്റെ ഈമാനിൽ നിന്ന് മുത്മയിന്നാണ്, നിർഭയരാണ്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, നമ്മളൊക്കെ എന്താണ് മരിച്ചാൽ രക്ഷപ്പെടും, അങ്ങനൊക്കെ പറഞ്ഞ് എല്ലാവരും എന്ത് ചെയ്യാണ്? ഇങ്ങനെ സമാധാനിച്ച് നിൽക്കാൻ. ഉയർന്ന ദർജയുള്ള ഈമാനിന് വേണ്ടി പരിശ്രമിക്കുകയും അധ്വാനിക്കുകയാണ് എന്ത് ചെയ്യേണ്ടത്. അത് നമുക്ക് എത്താൻ കഴിയില്ല എന്ന് എന്ത് ചെയ്യണ്ട, വിചാരിക്കണ്ട. എത്താൻ കഴിയില്ല എന്ന് വിചാരിക്കണ്ട. എത്താൻ കഴിയുമെന്നുള്ള നിലയിലുള്ള അധ്വാനവും പരിശ്രമം ഉണ്ടാവുമ്പം അയാൾ ഏതെങ്കിലും ഒരു ദർജയിലെത്തും. അപ്പോഴാണ് അയാൾ ഏതെങ്കിലും ഒരു ദർജയിലെത്തുക. അപ്പൊ അതിനു വേണ്ടിയാണ് പണിയെടുക്കേണ്ടത്. അതിനുവേണ്ടി അള്ളാഹു പറഞ്ഞത് വല്ലദീന ആമനു വല്ലദീന ആമനു ബില്ലാഹി വറുസുലിഹി ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ വസ്സുഹദാഉ ഇൻദ റബ്ബിഹിം. അവർ റബ്ബിന്റെ അടുക്കൽ അവരെന്തും കൂടിയാണ്. ചില ഉലമാക്കൾ ഷഹീദ് എന്നതിന് പകരം ഇതിന് സാക്ഷികൾ എന്ന അർത്ഥം വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ മുഅ്മിനീങ്ങൾ എന്താണ്? മറ്റൊരു ആയത്തിലുണ്ടല്ലോ എന്ത്? വയകൂനു റസൂലു അലൈക്കും ഷഹീദ എന്ന് പറയുന്നുണ്ട്. ഈ ഉമ്മത്തികളും മറ്റുള്ള സമുദായത്തിന് വേണ്ടി എന്താവും? സാക്ഷികളാവും എന്ന് പറയുന്നുണ്ടല്ലോ. അതാണ് മുഅ്മിനീങ്ങൾ നാളെ ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യേണ്ടി വരും? സാക്ഷി പറയുന്നവരൊക്കെ ആവും എന്നും അർത്ഥം വെച്ച പോലെ മക്കളുണ്ട്. ലഹും അജ്റുഹും, അവർക്ക് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. വനൂറുഹും, അവർക്ക് എന്തുണ്ടാവും? പ്രകാശത്തിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താണ് നൂറ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ വെറുതെ കണക്കാണ്. സത്യത്തിൽ മശ്റയിൽ പെടുന്ന സ്ഥലമാണ് ഇത്. സിറാത്തിന്റെ അടുക്കലെത്തുമ്പോൾ പ്രകാശം ഇല്ലെങ്കിൽ അത് കടന്നു പോകാൻ കഴിയില്ല.
വല്ലദീന കഫറു, നേരത്തെ പറഞ്ഞ വല്ലദീന ആമനു ബില്ലാഹി വറുസുലിഹി എന്നാ പറഞ്ഞത്. ഇവിടെ പറഞ്ഞ വല്ലദീന കഫറു വകദ്ദബു ബിആയാതിന, അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്യുന്നവർ. ഉലൈക അസ്ഹാബുൽ ജഹീം, അവർ ജഹീമിന്റെ ആൾക്കാർ, നരകത്തിന്റെ ആൾക്കാരാണ് അവർ എന്ന് നിഷേധിക്കുകയും വ്യാജമാക്കുകയും ചെയ്യും. യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. യഅലമു, നിങ്ങൾ നല്ലതുപോലെ അറിയണേ, അന്നമൽ ഹയാത്തുദ് ദുനിയ, നിശ്ചയമായും ഭൗതിക ജീവിതം, ലഅബുൻ കളിയാണ്, വലഹുൻ തമാശയാണ്, വസീനത്തുൻ അലങ്കാരമാണ്, ഭംഗിയാണ്, വതഫാഖുറും ബൈനക്കും നിങ്ങളുടെ ഇടയിൽ ദുരഭിമാനം നടിക്കലാണ്, ഫഖ്ർ നടിക്കലാണ്, വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് സന്താനങ്ങളെ കൊണ്ടും സമ്പത്തിനെ കൊണ്ടും പെരുമ നടിക്ക. തക്കാസുർ കസീർ, തക്കാസുർ അൽഹാക്കും തക്കാസുർ പരസ്പരം എന്ത് ചെയ്യുക, പെരുമ നടിക്കുക. കമസലി ഗൈസിൻ, ഒരു മഴ പോലെയാണ്. ഗൈസ് എന്ന് പറഞ്ഞാൽ മഴ. അജബൽ കുഫാറ നബാതുഹു, അജബൽ കുഫാറ എന്ന് പറഞ്ഞാൽ കമസലി ഗൈസിൻ മഴ പോലെയാണ്. അജബൽ കുഫാറ എന്താക്കി, കുഫാറുകളെ ആശ്ചര്യപ്പെടുത്തി. നബാതുഹു അവന്റെ കൃഷി. മനസ്സിലായില്ലേ? ഇവിടെ കുഫാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാ കുഫാറാണെന്ന് ഉലമാക്കൾക്ക് അഭിപ്രായമുണ്ട്. അല്ല, കർഷകനാണ് എന്നും എന്തുണ്ട് അഭിപ്രായത്തിൽ. സുമ്മ യഹീജു, പിന്നെ അതെന്ത് ചെയ്തു, വാടാൻ തുടങ്ങി. ഫതറാഹു മുസ്ഫറ, പിന്നെ അതെന്തായി, മഞ്ഞവർണ്ണമായി. സുമ്മ യകൂനു ഹുതാമ, പിന്നെ അതെന്തായി, തുരുമ്പി പൊടിയായി. വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ്, അവർക്ക് ആഖിറത്തിൽ എന്തുണ്ട്, കഠിനമായ ശിക്ഷയുണ്ട്. വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് എന്തുണ്ട്, പാപമോചനമുണ്ട്, അവന്റെ തൃപ്തിയുണ്ട്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഭൗതിക ജീവിതമല്ല, ഇല്ല മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. യഅലമു, നിങ്ങൾ അറിയണേ, അന്നമൽ ഹയാത്തുദ് ദുനിയ, നിശ്ചയമായും ഭൗതിക ജീവിതം, ലഅബുൻ ഇത് കളിയാണ്. ഭൗതിക ജീവിതം എന്താണ്, കളിയാണ്. വലഹുൻ, ലഹു പറഞ്ഞെന്താ, തമാശ. വസീനത്തുൻ അലങ്കാരം. വതഫാഖുറും ബൈനക്കും നിങ്ങളുടെ പരസ്പരം ദുരഭിമാനം നടിക്കൽ. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും എന്ത് ചെയ്യുക, പെരുമ നടിക്കുക. മനസ്സിലായില്ലേ? ഇതാണ് ദുനിയാവ്. ആര് പറയാണ്? ഇത് ഓരോ ഘട്ടങ്ങളാണ്. സത്യത്തിൽ ചെറിയ കുട്ടിക്ക് എന്താണ് ഏറ്റവും വലിയ സംഗതി, എന്താണ് ഭായി, കളി. ഏറ്റവും വലിയ സംഗതി അവർക്ക് കളിയാണ്. ഓർക്ക് കളിക്കുക, കളിന്റെ കളിക്കോപ്പുകൾ അല്ലേ, അതൊക്കെ ഓർക്ക് ഭയങ്കര സംഭവമാണ്. അതെങ്ങാനും അവരെ കേടിരിച്ചൊക്കെ ചെയ്താൽ ഭയങ്കര സങ്കടവും പ്രശ്നവും ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെന്താവും, ഒരു തമാശയിൽക്കെത്തും. തമാശ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സീരിയസും അല്ല, എന്നാൽ ഒരു കളിയല്ലാത്ത കോലത്തിലുള്ള പരിപാടി ഉണ്ടാകുക. അത് കഴിഞ്ഞാൽ പിന്നെ സീനത്ത് എന്താവും, അലങ്കാരവും. അതിലെ ഡ്രസ്സൊക്കെ എന്ത് ചെയ്യും, ബ്രാൻഡ് വേണ്ടി വരും, ഷൂ. ടൈം നമുക്ക് വേണ്ട. മറ്റേ ചെറിയ കുട്ടിക്ക് ഏത് ഷൂസ് ഇട്ട് കൊടുത്താലും PP ഒക്കെ ഉണ്ടായാലും അടിച്ചു വിട്ടോളൂ. മനസ്സിലായില്ലേ? ഏത് കുപ്പായാലും കുഴപ്പമില്ല, നല്ല കളറൊക്കെ ഉണ്ടായാൽ മതി. ബ്രാൻഡൊന്നും എന്ത് ചെയ്യണ്ട, ഓൻകാവുന്ന വേണ്ട, ഓൻക്ക് നല്ല കളറും ഇതൊക്കെ ഉണ്ടായാൽ മതി. പക്ഷെ കുറച്ചെത്തിയാൽ പിന്നെന്താവും,
കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ കുപ്പായം നോക്കാൻ തുടങ്ങും. എന്ത്, ഇയാള് ആ കുപ്പായാണ് ഇട്ടത്, ഇയാള് ഈ കുപ്പായാണ് ഇട്ടത്. ആ കുപ്പായത്തിനനുസരിച്ചാണ് ഓന്റെ അടുക്കൽ എന്തുണ്ടാകുക, പറയുവായി വില ഉണ്ടാകുക. അപ്പൊ ഒരാളിങ്ങനെ ആ മറ്റേ മാന്റെ കുള്ള അലന്നുള്ളിയോ എന്താ മാന്റെ കുശിനൊക്കെ ആ കുപ്പായ കെട്ടാല് ഓനോട് വർത്താനം പറയുമ്പോ തന്നെ എന്തുണ്ടാവും, ഓൻ ആ ബഹുമാനം വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, പറയുവായി ഓനോട് വർത്താനം പറയാം. കാരണം ഓൻ അതൊക്കെ നോക്കിയെടുക്കേണ്ട ടൈമായി ആയില്ലേ. അതിമടി ചെറിയ കുട്ടിക്ക് ആവുന്ന ഒരു പ്രശ്നമല്ല, മറ്റേ മാന്റെ കൊമ്പ് ഒന്നും ഓനക്ക് പ്രശ്നമല്ല. അതിങ്ങനെ പിന്നെ ഓൻ അതിന്റെ ആളാവും, ബ്രാൻഡിന്റെ ആളാവും. അത് സീനത്താണ്, ചുർക്ക്. ശരിയല്ലേ? 800 കല്യാണത്തിന് പോകാൻ പറഞ്ഞാൽ ആദ്യം നമുക്ക് ഓട്ടോറിക്ഷ വെച്ച് പോകാറ്. എന്താ അറിയില്ലേ, ഇതൊന്നും മനസ്സിൽ ഞാനൊന്നായിട്ട് എടുക്ക് പോകാൻ പറ്റില്ല, മനസ്സിനിടയ്ക്ക് പോകാൻ പറ്റില്ല, വണ്ടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയും. അതൊരു കാലുണ്ട്, ഉണ്ടോ ഇല്ലേ വൈ സീനത്ത്. പിന്നെ കഴിഞ്ഞാലോ ഒത്തഫാഖറും ബൈനക്കും, പിന്നെ പരസ്പര ഇടയിൽ എന്ത് ചെയ്യുക, പെരുമ നടിക്കുക. അങ്ങനെ അതിൻ്റെ ഒരു ടൈമുണ്ട്, എല്ലാത്തിന്റെ കാര്യത്തിൽ ഒരു പെരുമ നടിക്കൽ. പിന്നെ വാർദ്ധക്യത്വമുണ്ടാകുന്ന സാധനമാണ് എന്ത്, തക്കാസുറും ഫിൽ അംവാലി വല്ലൗലാദ്. എന്റെ പേരക്കുട്ടിയാണ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. ആ കുട്ടി കൂടി അത്ര സന്തോഷം ഉണ്ടാവില്ല. ആർക്കുണ്ടാകുക, വലിയ പങ്കട ഓൻ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇത്ര മാർക്ക് വാങ്ങി. ആര്, പേരക്കുട്ടിയുടെ കാര്യത്തിലാണ്, മക്കളുടെ കാര്യത്തിലാണ്. മനസ്സിലായില്ല എനിക്ക്? ഓന്റെ വീടാണത്, ഓന്റെ വണ്ടിയാണത്, ഓനിപ്പോ അവിടെ അമേരിക്കയിൽ ജോബ് ഇട്ടീന്. അതൊക്കെ ഇങ്ങനെ ഹരത്തിൽ പറയും. ആര് വല്യപ്പ തഫ്സീറാണ്. ഇത് ഓരോ കാലം കഴിയുന്നതിനനുസരിച്ച് മറ്റേ വേണ്ടാതാവും. ഇപ്പൊ ഒരു കുട്ടിന്റെ സൈക്കിൾ കേട്ടിരിച്ചാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഓന് സൈക്കിൾ ഭയങ്കര ഹരമുള്ള സമയത്ത്, അല്ലെ പന്ത് ഭയങ്കര ഹരമുള്ള സമയത്ത് അത് പൊട്ടേ ഇതാകുകയൊക്കെ ചെയ്താൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഒരാളെ വീട് പൊളിച്ച മാതിരിക്കും ഉണ്ടാകുക. പക്ഷെ അവൻ കുറച്ച് കാലം കണ്ട് കഴിഞ്ഞാൽ പിന്നെ ബോള ഓനെന്നെ എന്താക്കും, ഒഴിവാക്കും. ആ സൈക്കിൾ അവനെന്നെ ഒഴിവാക്കും. അത് ഘട്ടം കഴിയുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഒഴിവാക്കിക്കൊണ്ടേ പോവും. അള്ളാഹു താലയും പറഞ്ഞത് തന്നെയാണ്, ദുനിയാവ് ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ഇതിന്റെ ഹരവും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അവസാനം ഇതും ഒഴിവാക്കും. ഈ പരസ്പരം പെരുമ നടിക്കലും ലാസ്റ്റ് പറഞ്ഞ സ്റ്റേജ് അതാണ്. സന്താനങ്ങളെ കൊണ്ട് സമ്പത്തിനെ കൊണ്ട് എന്ത് നടിക്കുക, പെരുമ നടിക്കുക. അതും അയാൾ ഒഴിവാവും. അയാളെ മലക്കുൽ മൗത്ത് പിടിക്കുമ്പോൾ ഇതൊന്നുമല്ല എന്ന് മനസ്സിലാവും. മോന് കച്ചവടം, മോന്റെ കച്ചവടത്തിന്റെ വ്യാപ്തി, അതിന്റെ വളർച്ച, അതിന്റെ സംഗതിയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്തായിരിക്കും, അതിൽ ഭയങ്കര പേരക്കുട്ടിന്റെ കാര്യത്തിൽ, മക്കളെ കാര്യത്തിലൊക്കെ ഭയങ്കര പെരുമ നടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഒക്കെ ഈ മനുഷ്യൻ അബദ്ധത്തിലാണ് അപ്പോഴും ഉള്ളത്, കേറിയില്ല. ഇതാണ് ദുനിയാവ്. ഇതിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും എല്ലാവരും. ഈ ഇതിലിങ്ങനെ മനുഷ്യനങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. കല്യാണത്തിൽ, കല്യാണ ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ, അതിലൊക്കെ ഭയങ്കര സംഭവിച്ചിട്ടുണ്ടാവും. ഇന്നാളെ പേരക്കുട്ടിനെയാണ് എന്റെ പേരക്കുട്ടി കല്യാണം. ഓല് തമ്മിൽ എന്നും തല്ലാണ്. അതൊന്നും ഇപ്പൊ വലിയ അപകടമില്ല. മനസ്സിലായ വഴി ഓലമ്മിലൊന്നും പ്രശ്നമാണ്, കുൽമാലാണ്, അതാണ് ഇതാണ്, അതൊന്നും പ്രശ്നമില്ല. ആ മറ്റേ അയാളുടെ പേരക്കുട്ടിയാണ് എന്റെ ഇത് പേരക്കുട്ടി കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ ഒരു എന്തുണ്ട്, ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന സാധനമാണ്. ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ഉണ്ടാവുകയാണ്. ഇതില്ലാതെക്കണമെങ്കിൽ ഇതിന് പകരം മറ്റേ സാധനം കാരണം. ഏത്? ഈമാൻ കാരണം. മനസ്സിലായില്ലേ? ഈമാൻ കയറുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹു ഫുൾ പ്രൗഡിയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് പാലാരത്തിന്റെ മോളെ എന്ത് ചെയ്ത് മോനെ കൊണ്ട് കെട്ടിച്ചത്. മൂപ്പർക്ക് നല്ല ഉപ്പായിട്ട് എടുത്ത മൂപ്പരെന്ത് പറഞ്ഞു, എനിക്ക് ഇട്ടു. കാരണം നിർബന്ധിച്ച ആൾക്കാർ സാധാരണക്കാരല്ല, സഹാബാക്കളിൽ ഗ്രേഡ് കൂടിയ ആൾക്കാരാണ്. എന്ത് പറഞ്ഞത്, നിങ്ങൾ ഒരു നാട്ടിന്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാവിയൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ നാട്ടിക്ക് പോകുമ്പോൾ അതിന്റെ ഒരു പത്രാസിൽ പോണ്ടേ. അപ്പൊ അങ്ങനെ പോണ നിർബന്ധിച്ചപ്പോ അദ്ദേഹം ആ കുപ്പായ ഇട്ടു. കുറച്ചടിയായിട്ട് നടന്നതിന് ശേഷം പറഞ്ഞ എന്താ ഇല്ല, അത് ശരിയായില്ല, നമുക്ക് ആ കുപ്പായനെ തന്നാൽ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്,
അഅ്സന അല്ലാഹു ബിൽ ഇസ്ലാം. നമുക്ക് അള്ളാഹു ഒത്തത്തും കൊണ്ടും സമ്പത്ത് കൊണ്ടല്ല ഇസ്സത്ത് എന്നത്. എന്തുകൊണ്ടാണ്? ഇസ്ലാം കൊണ്ടാണ് ഇസ്സത്ത്. മനസ്സിലാണ്? അതൊരു വേറെ ദർജയാണ്. ദുന്യാവിന്റെ ടച്ചിൽ പോവാണ് ഇതൊക്കെ ഉണ്ടാവും. അലമു അന്നമൽ ഹയാത്തു ദുന്യ ലഇബുൻ വല. മുഫസ്സിരീങ്ങൾ എഴുതുന്നുണ്ട്, ആളുകള് കലാബോധം അത് ദീനാണെന്ന് പറഞ്ഞ് നടക്കാണ്. കലൊക്കെ ഭയങ്കര അവിടെ വർത്താനം കേട്ടറിയ കല ഇല്ലെങ്കിൽ എന്താക്കാൻ പറ്റൂല, ആഖിറത്ത് രക്ഷപ്പെടൂല എന്നുള്ളത്. മലയാളത്തിലൊരു തഫ്സീർ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലെ ഒരു തഫ്സീറിൽ അത് എഴുതിയിട്ടുണ്ട്. കേരളക്കാരെ കണ്ട എഴുതി അതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നുവെച്ചാൽ നമ്മളൊക്കെ കലനെയൊക്കെ വ്യാഖ്യാനിക്കണേ കണ്ടാ വിചാരിക്കും ഇത് ആഖിറത്തിലേക്ക് എന്താണ് ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമാണെന്ന് തോന്നിപ്പോകുമെന്ന് അദ്ദേഹം എഴുതാണ്. ആളുകൾ അതിനെ വരെ ന്യായീകരിക്കാൻ അല്ലാഹു തആല വ്യക്തമായിട്ട് പറഞ്ഞു തരാണിത്. ഇത് കളിയും തമാശയാണ്, ഇതൊരു വഞ്ചനയാണെന്ന് ലാസ്റ്റ് പറയാൻ. കലാബോധം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വലിയതായിട്ടും കല ഇസ്ലാമികമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇസ്ലാമികം പോയി അള്ളാനെ ഓർമ്മിക്കാത്ത കല എന്താണ്? അയാൾക്ക് നാശല്ലേ? ആണോ അല്ലേ? ഇതൊക്കെ പറഞ്ഞപ്പോ നമുക്കിതിൽ കേസെടുക്കും. ഇതൊക്കെ പറയാനും പറ്റൂല. ആൾക്കാരൊക്കെ പാടെ കൂടി പഞ്ഞിക്കിടും. പക്ഷെ സത്യത്തിൽ എന്താണ് പറഞ്ഞാൽ മനുഷ്യനെ അശ്രദ്ധയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ എന്താണ്? ലഹുവിൽപ്പെട്ടതാണ്. അള്ളാന്റെ ഓർമ്മയിൽ നിന്ന് അശ്രദ്ധയിലാക്കുന്നത്, അള്ളാന്റെ ഓർമ്മയിൽ നിന്ന് അശ്രദ്ധയിലാക്കുന്നത്. മനുഷ്യന് ഉപകാരമുള്ള ചില കളികളൊക്കെ ഉണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് അശ്രദ്ധമാക്കണ കളി ശരിക്കും അതാണ്. കളിക്കുന്ന ആളുകൾക്ക് അറിയുള്ളൂ. ഫുട്ബോളൊക്കെ കളിക്കാൻ നമ്മളൊരു ഫുട്ബോൾ നല്ലതാണ്, തടിക്കുന്നല്ല, ഒന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടൊന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആഖിറത്തിലേക്ക് ആ സാധനം എപ്പോഴും എന്താക്കും? ഒരു കളി കഴിഞ്ഞാൽ ശരിക്ക് ഒരു ടൂർണമെന്റിൽ സെവൻസിലൊക്കെ കളിച്ച ഒരാളാണ് കളിക്കാൻ, നിസ്കാരമുള്ള ആളാണെങ്കിലും അയാളിപ്പോ കളി കഴിഞ്ഞിട്ട് ഇശാ നിസ്കരിക്കാണ് പറയാ, ആ ബോൾ അവിടുന്ന് പാസ് കൊടുത്തത് എന്തായില്ല ശരിയല്ല, ആ ഹെഡ് എങ്ങനെയും ചെയ്യേണ്ടി. അപ്പോഴൊക്കെ എവിടെ ഉണ്ടാവുക? പിറ്റേന്ന് വരെ ഉണ്ടാവും. പിറ്റേന്ന് അസർ നിസ്കരിച്ചുമ്പോഴുണ്ടാവും ആ ബോൾ കൊടുത്തത് എന്തായില്ല. കാരണം ഇത് ഞരമ്പിലൊക്കെ എന്തായിട്ടുണ്ടാവും? ഇതൊരു ലഹരി സാധനമാണ്. എന്ത്? കളി ലഹരിയാണ്, രാഷ്ട്രീയം ലഹരിയാണ്, കച്ചവടം എന്താണ്? ലഹരിയാണ്, കള്ളും ഇതൊക്കെ ലഹരിയാണ്. ദീനും എന്താണ്? ലഹരി എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കിയുള്ളതിനെ മറപ്പിക്കുക, എന്നിട്ട് അയാളുള്ളടുത്ത് അയാളെ കൊണ്ടെടുക്കുക എന്നുള്ളതാണ്. കളിയൊക്കെ അങ്ങനെയാണ്. കളിന്റെ ഒക്കെ ഭ്രാന്തുണ്ടായാലേ അല്ലാഹു അക്ബർ. ശരിക്ക് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കണ്ട വൈക്കൊക്കെ ഇറങ്ങും. അതിന്റെ അനൗൺസ് ഒക്കെ പോണ കേട്ടാലേ മനസ്സിലായില്ലേ? ഫുട്ബോളിന്റെ ഒക്കെ അനൗൺസ് കേട്ടാൽ അയാൾ പതുക്കെ ഇറങ്ങിപ്പോവും, അറിയാതെ പോയി പോവും. നേരെ കുറച്ച് ഫുട്ബോളൊന്നും പരിചയമില്ലാത്തവന് എത്ര പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചിലർക്ക് ക്രിക്കറ്റേക്ക് ഉണ്ടാവുക, ചിലർക്ക് വോളിബോളേക്ക് ഉണ്ടാവുക. കളി ഇതൊക്കെ ലഹരിന്റെ ഐറ്റംസുകളാണ്. അതിനോട് എത്ര പൈസ ചെലവാക്കുന്ന ആൾക്കാരുണ്ട്. കാളൂട്ട് ഇല്ലേ? കാളൂട്ടിന്റെ ആരം കയറിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. പറമ്പൊക്കെ വിറ്റുണ്ടാവും ആൾക്കാർ. എന്തിന്? അതിനൊക്കെ തിന്നാൻ കൊടുക്കണ അയാളെ മക്കൾക്ക് കൂടി കൊടുക്കലുണ്ടാവില്ല. ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു 2-3 കാളനാടെ കെട്ടീന്. അപ്പൊ ഏതോ കാളകൂട്ട് മത്സരത്തിൽ എന്ത് വാങ്ങിയതാണ്? ട്രോവ് വാങ്ങിയാണ്. അപ്പൊ അതിന് പോറ്റാൻ തന്നെ 4-5 ആൾക്കാരുണ്ട്. എവിടെ? അയാളെ പെരയിൽ ആ സാധനങ്ങൾ അതിന് ഇടിക്കല്, പൊടിക്കല്, അതിന് കൊടുക്കല്. ഭയങ്കര സംഭവമാണ്. നമ്മളെ പോയപ്പോ അയാളെ ഫുള്ള് വിശദീകരിക്കുന്ന അയാൾ തേനൊൽപ്പിച്ചിട്ടാണ്. കാരണം അയാൾ ഭയങ്കര റാഹത്തിലാണ് പറഞ്ഞിട്ടുണ്ട്. കാളൂട്ട് മത്സരത്തിൽ പങ്കെടുത്ത് തൊലഞ്ഞ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞേക്കാളും നന്നാല് തൊലഞ്ഞ ആൾക്കാരെ ഉള്ളൂ എന്ന് പറയലേക്ക് എന്ത് ഉണ്ടാവുക? രാഷ്ട്രീയം ലഹരിയാണ്. രാഷ്ട്രീയത്തിന് വേണ്ടി തൊലഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പൊന്നും അങ്ങനില്ല. ഇപ്പൊക്കെ ഉണ്ടാക്കുന്ന കാല. പഴയ കാലത്ത് പറമ്പ് വിറ്റ് എന്താ ഇനി തീർത്ത ആൾക്കാരുണ്ട്. മലപ്പുറം ജില്ലയിലുണ്ട്, നമ്മളെ പരിസരത്തൊക്കെ ഉള്ള ആൾക്കാരുണ്ട്.
ഒരു ലഹരിയാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറയാണ്, ഞങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചോളി, ഇത് കളിയും തമാശയാണ്, ഓരോ ഘട്ടനുസരിച്ച് ഇങ്ങനെ വരുത്. ഞാൻ ഇതിന്റെ തഫ്സീർ നോക്കിയപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, അല്ലാഹു തആല എത്ര കൃത്യമായിട്ടാ പറഞ്ഞത്. വയസ്സാകുന്നതിനനുസരിച്ചാണ് സമ്പത്തിനോട് കൊതി കൂടുക. നമ്മൾ വിചാരിക്കും ചെറുപ്പക്കാർക്കാണ് എന്ത് കൂടുക, സമ്പത്തിനോട് കൊതി കൂടുക എന്ന് നമുക്ക് തോന്നുന്നതാണ്. ചെറുപ്പക്കാർക്കല്ല ഉണ്ടാകുക. ചെറുപ്പക്കാർ അടിച്ചെന്ത് ചെയ്യും? ഇപ്പൊ ഈ ഹോട്ടലിലൊക്കെ 4000 രൂപ ബില്ല് ഒന്നും ഉൽക്കന്തില്ല. പക്ഷെ ഓന്റെ വാപ്പനോടോ ഓന്റെ വല്യാപ്പനോടോ പറഞ്ഞാൽ മതി 4000 രൂപന്റെ ബില്ല് പറഞ്ഞാൽ അയാൾ ഞെട്ടി, അയാൾ ബോധം നഷ്ടപ്പെടും. എന്നാ ഇയാളെ ഏക്കറ കണക്കിന് പറമ്പും പൈസയൊക്കെ ആരെയുണ്ടാവും, വല്യാപ്പനുണ്ടാവും. പക്ഷെ അയാൾക്ക് സഹിക്കാൻ കഴിയില്ല. പൈസ വയസ്സാവുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന സാധനമാണ്. പൈസനോട് എന്തുണ്ടാവും? ആർത്തി ഉണ്ടാവും. നമ്മൾ ശരിക്കും വയസ്സാകുന്നതിനനുസരിച്ച് ഇതിനോട് അയവാണ്ടാകുക അല്ല. അതിനാണ് ചെറുപ്പത്തിൽ തന്നെ എന്ത് തുടങ്ങാൻ പറഞ്ഞത്? സദക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. സദക്ക ഇത് ശീലായാൽ വയസ്സാവുമ്പോൾ ഇതിനോട് എന്തുണ്ടാവില്ല, അയാൾക്ക് ആകെ ഒരു സങ്കടം ഉള്ളൂ, കൊടുക്കാൻ കൈമക്കണ്ട് ഊറി കിട്ടില്ലല്ലോ എന്നല്ലേ. ഒരാളുടെ ഭയങ്കരമായിട്ട് സദക്ക ചെയ്യുന്ന ആള്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിന്റെ സ്വർഗത്തെ പോകട്ടെ. അങ്ങനെ ഒരു പള്ളീന്റെ പണി എനിക്കുണ്ട്. അപ്പൊ ഞാനും മൂപ്പരിങ്ങനെ പോയവനോട് പറഞ്ഞു, കാട്ടെ ഒത്തു കൊടുക്കാൻ ഇപ്പം കൈമൽ ചെലവിന് മൂപ്പരെ റാത്തായിട്ടുള്ള വണ്ടിയും ഡ്രൈവറും അതിനൊക്കെ ഉള്ള പൈസ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു മൂപ്പരോട് വിചാരിച്ച ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഒക്കെ കൊടുക്കാനാണ് മൂപ്പര് വിചാരിക്കണേ. അതില്ല. പിന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ ബിൽഡിംഗ് അവിടെ വിറ്റാൽ എന്താ വെച്ചു? ഞാനത് വിൽക്കണോ വെച്ച് വെറുതെ നമുക്ക് ആലോചിക്കാറുണ്ട്. പിന്നെണ്ട് പിറ്റേന്നോട് ഒന്നിട്ടാണ് അത് വിൽക്കുക. കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഒരു കുറച്ച് പൈസ. ഒരു 15 കൊല്ലം മുമ്പാണ് 1.25 കോടി രൂപയ്ക്ക് എന്ത് ചെയ്തു, ആ ബിൽഡിംഗ് വിറ്റുപരി. എന്നിട്ട് മക്കൾക്കും പെമ്മക്കും എല്ലാവർക്കും വലിയ പൈസ കൊടുത്തു, നിങ്ങൾ കച്ചവടം എന്തെങ്കിലുമൊക്കെ ചെയ്തോളി. മൂപ്പർക്ക് പള്ളിക്കും മദ്രസക്കും മൂപ്പരതിനൊക്കെ ഉള്ള കുറച്ച് പൈസ. കാരണം അയാൾക്ക് പൈസ ഇല്ലാതെ നിൽക്കാൻ കഴിയില്ല. അത് ചെലവാക്കി, അല്ലാന്റെ മാർഗത്തിൽ ചെലവാക്കി ശീലിച്ചു. അതുകൊണ്ട് ആർത്തി ഉണ്ടാവില്ല. എന്തുണ്ടാവുക? മറ്റേരെന്താ ഉണ്ടായിരുന്ന വയസ്സാമത്തിന് ഒരു ബിൽഡിംഗ് കൂടി വാങ്ങാൻ പറ്റുമോ? എവിടെയെങ്കിൽ പറമ്പ് വിൽക്കുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഇങ്ങനത്തെ ഉസൂലൊക്കെ ഉള്ളുണ്ട്. വിൽക്കൽ അത് നമ്മളെ ഡിക്ഷണറി ഇല്ല. പിന്നെ എന്തേ ഉള്ളൂ? വാങ്ങൽ. ഓ, അയാളൊക്കെ കണ്ടങ്ങൾ അയാളെ മഹാൻ എഴുതിയേക്കണം. കാരണം എന്താണ്, അബു പോയി അങ്ങനെ കണ്ടമാനം വാങ്ങി വെച്ചിട്ട് അവിടെ മരിച്ചു. മക്കളാണെങ്കിൽ ഫുള്ള് വിൽക്കലും കച്ചറിയേക്കും. ഫുള്ള് അങ്ങനത്തെ ആൾക്കാരുണ്ട്. വിൽക്കുക എന്നുള്ളത് നമ്മളെ തറവാടിലില്ല. നമ്മളെ തറവാട്ടുകാർ അങ്ങനെ എന്ത് ചെയ്യില്ല. ആരോ അയാളെ പറ്റിച്ചാണ്. ഈ കണ്ടമാനം ഭൂമിന്റെ ഈ കണ്ട പറമ്പ് മുഴുവൻ എന്റേതാന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച. പറഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ ആൾക്കാരൊക്കെ അടിയിട്ടു. മനസ്സിൽ ഞാൻ വിചാരിക്കാം ഈ പാടം മുഴുവൻ എന്റേതാണ് എന്ന് ഞാൻ വിചാരിച്ചാൽ ഒരു പ്രശ്നമില്ലല്ലോ. ഉണ്ടോ? അതിന്റെ ആൾക്കും എനിക്കൊക്കെ വറാവറാണ്. അയാൾ എന്റേതാന്ന് വിചാരിക്കണേ, ഞാൻ എന്റേതാന്ന് വിചാരിക്കണേ. അത്രക്കെ ഇതിന് സുഖമുള്ളൂ. നേരെ മറ്റേ വിറ്റ് കായാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ. അതുകൊണ്ട് ഇത് കളിയും തമാശയാണ്. കളി എന്ന് പറഞ്ഞാൽ അടുത്ത കുറച്ചേരം കഴിഞ്ഞാൽ ആ സാധനം എന്താവും അല്ലേ? പുട്ടൊക്കെ ഉണ്ടാക്കും കുട്ടികൾ ചേർച്ചനോട്. അപ്പൊ പൊട്ടിച്ച പ്രശ്നമായിരിക്കും. പക്ഷെ കളി കഴിഞ്ഞ് പോകുമ്പോൾ ഓലെന്നെ എന്താക്കും? അത് പൊട്ടിച്ച് മണ്ണൊക്കെ പൊന്തിച്ച് വാരിട്ട് കൂക്കി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടാണ് പിരിച്ചുവിടല്. അല്ലേ? അത് കളിയാണ്, തമാശയാണ്. പിന്നെ പരസ്പരം പെരുമ നടിക്കൽ, അലങ്കാരത്തിന്റെ അവസ്ഥ. മുടിയൊക്കെ ഇങ്ങനെ ആക്കി ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അതിന്റെ ആൾക്കാരെ ഈ ചീർപ്പൊക്കെ കൂടെ ഉണ്ടെന്ന് അങ്ങനെ വാർന്ന് ഇങ്ങനെ വാർന്ന് കുപ്പായത്തിന്റെ ഇത് ഇങ്ങനെ ആക്കി കുപ്പായം ഇസ്തിരിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇസ്തിരിയൊന്നും തിരുന്നുണ്ടല്ലോ. ഫുള്ള് ഷൂ അത് ഇത് ഒക്കെ നോക്കി നടന്ന ആൾക്കാരാണ് ഇതിൽ കുറെ ആൾക്കാർ. കുറച്ചൊക്കെ കഴിഞ്ഞാൽ ആ ഇത് കഴിഞ്ഞു. പിന്നെ വേറെയാണ്. പിന്നെ പെരുമ നടിക്കലാണ് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്റെ മോന്റെ കല്യാണം കഴിച്ച അവിടുത്തെ ഉമ്മന്റെ മോന്റെ അമ്മായിമ്മന്റെ അഞ്ചത്തിനെ കെട്ടിച്ച അയാളുടെ അഞ്ചന്റെ കല്യാണം കഴിച്ച ഓല ബിൽഡിംഗൊക്കെ ആരുതാവും? ഒക്കെ നമ്മളെ ബന്ധക്കാരുതാവും. ആ ബിൽഡിംഗ് കണ്ടില്ലേ, നമ്മളിതാണ്. അങ്ങനെ ആൾക്കാരങ്ങനെ വെറുതെ പറയാ നമ്മളെ കുടുംബക്കാരനാണ്. ഇവൻക്കെന്നെ അറിയില്ല ആര് ആ കുടുംബക്കാരനെ. ഇയാൾക്കറിയൊന്നുമില്ല. പണക്കാരനൊക്കെ സ്വന്തം കുടുംബക്കാരനാക്കി ഇങ്ങനെ എങ്ങനെങ്കിലുമൊക്കെ കൊണ്ടുവരും. വലിയൊരു പൈസക്കാരൻ്റെ അയാള് നമ്മളെ അടുത്ത ബന്ധുവാണ് എന്നൊക്കെ പറയും. അടുത്ത ബന്ധു പറഞ്ഞാൽ നമ്മളെ അയൽവാസിന്റെ കെട്ടിച്ച് അങ്ങനൊക്കെ ഉണ്ടാകാം.
എന്നാൽ അതിനൊക്കെ ഒരു മനുഷ്യനെ റാഹത്ത് ഒരു കാര്യമില്ല, അയാൾക്ക് അറിയില്ല. പക്ഷെ ഇതൊക്കെ മനുഷ്യന്റെ അവസ്ഥകളാണ്, മനുഷ്യന്റെ അവസ്ഥകളാണ്. മാർക്ക് കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങൾ നടക്കണ്ടാവും. നമുക്കിത് അറിയാഞ്ഞിട്ടാ. ഇളച്ചി ആ കുട്ടിക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞില്ലെങ്കിൽ മൂത്തച്ചി ഭയങ്കര അങ്ങോട്ട് ഇങ്ങോട്ട്, ഇളച്ചി മുത്തച്ഛയുടെ ഇടയിലും അമ്മായികളുടെ ഇടയിലൊക്കെ ഈ മാർക്കിന്റെ ഒക്കെ പേരിൽ എന്തുണ്ടാവും, ഒരു A+ കുറവാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു A+ കൂടുതലുണ്ടെങ്കിൽ അതിൽ ഒക്കെ സംഗതി ലാസ്റ്റ് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കലോ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാകുക. പക്ഷെ അതിലൊക്കെ മനുഷ്യൻ ഇങ്ങനെ ദുരഭിമാനം നടിക്കാൻ അങ്ങനെ ഉണ്ടാവും. അത് ദുനിയാവാണ്, അങ്ങനെ അടിച്ചോണ്ടിരിക്കും. പേരും പത്രാസുമാണ് ആർക്കും ആവശ്യം. അതിൻ്റെതാണ് ഇതിൻ്റെതാണ്, അങ്ങനത്തെ ഓഫീസ് ഇങ്ങനത്തെ ഓഫീസ്, വിസിറ്റിംഗ് കാർഡ് ഇങ്ങനെ വിസിറ്റിംഗ് കാർഡ് അനങ്ങിയ വിസിറ്റിംഗ് കാർഡ് വരും, കുടുങ്ങും ആൾക്കാർ ചൊളി. മനസ്സിലായില്ലേ? പക്ഷെ ദീനുണ്ടായാല് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതൊരു വേറെ സാധനമാണ്. ഞങ്ങളൊരിക്കൽ ബംഗ്ലാദേശിൽ പോയപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഹാർട്ടിന് വേദന ഉണ്ടായി. അപ്പൊ അയാൾ നാവിന്റെ അടിയിൽ ഗുളിക വെക്കുന്ന ആളാണ്. അയാൾ ഡയറിയിൽ എഴുതി വെച്ചിന്, ഞാൻ മരിച്ചാൽ എൻ്റെ ഈ ബാഗ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അഥവാ മരിച്ചാൽ, അതൊക്കെ നല്ല ആഫിയത്തുണ്ടായപ്പം, ഞാൻ മരിച്ചാൽ ഞാൻ വീട്ടിൽ ഭാര്യനോടൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്, ഞാൻ മരിച്ചാൽ എൻ്റെ ഡ്രസ്സ് ഇതൊക്കെ ഇവിടെ കൊടുത്താൽ മതി. ഇതിൽ ആകെ ഒരു ഡയറി ഉണ്ട്, ആ ഡയറി മാത്രം എൻ്റെ വീട്ടിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു. നല്ല ആഫിയത്തുണ്ടാവുമോ? അതിൻ്റെ ഇടയിലാണ് ഇയാൾക്ക് എന്തുണ്ടായത്, അറ്റാക്ക് ഉണ്ടായി. ഇയാൾ ഗുളിയൊക്കെ വെച്ചിന്, വാഗതായി, ഒരു 3ാം നിലയിലുണ്ടായി. അങ്ങനെ അയാളെ വിളിച്ചു, മാമൂദാക്കുണ്ട് നമ്മളെ കൂടെ. അപ്പം ഇയാളെ ഡോക്ടറെ ഇങ്ങനെ, ഒരു ഡോക്ടർ നിങ്ങൾക്ക് ഓർമ്മല്ലേ, അഹമ്മദിലെ ഒരു ഡോക്ടർ വന്നു. അയാളൊരു ചുളിങ്ങിയ ഒരു ജുബ്ബ, പിന്നെ ഒരു പൈജാമിയൊക്കെ ഇട്ട്, ഒരു ഇങ്ങനെയൊക്കെയുള്ള ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് വന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ചെരിച്ചൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു തൊപ്പിയൊന്നും ശ്രദ്ധിക്കാതെ കാക്കും. അതിന് മുമ്പ് ഒന്ന് കൊണ്ടുവന്നു, ഒരു കുറേ മരുന്ന് ചെയ്തെന്നാണ്. അയാളും മറ്റേ ഹക്കീമാണ്, ഒരു കഥയില്ലാത്ത കാക്കു. അയാൾ കുറേ ചെയ്യുന്നതിന് മഹമ്മൂദാക്കൊക്കെ വായിച്ചിട്ട് കീർച്ചാഞ്ഞു. ഇയാളെ വന്ന് ഇയാള് പറഞ്ഞ് ഈ ഗുളിക നോക്കിയിട്ട് പറഞ്ഞു ഇതന്നെ കഴിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഇയാൾക്ക് ഭയങ്കര വേദന, ഭയങ്കര നിൽക്കാൻ പറ്റില്ല. 3ാമത്തെ നിലയിലാണ് ഉള്ളത്. ആകെ കുടുങ്ങി. നമ്മളിങ്ങനെ വിളിക്കും, അപ്പൊ ഇയാളിങ്ങനെ വരും. പിന്നെ ഇയാൾ പറയാം ഇതന്നെ മതി, ഇതില്ലേ വേറൊന്നും കഴിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറയും. അയാൾ മരുന്നൊന്നും തരുന്നില്ല, കൊയലും ഇല്ല, പരിശോധിക്കണമില്ല. അയാൾ അങ്ങനെ കൈ പിടിച്ച് നോക്കിയിട്ട് അങ്ങനെ പറയണത് ഹാർട്ടിന്റെ പ്രശ്നമല്ലേ, നമുക്ക് വിശ്വാസമാവില്ല. ഇയാളെ കുപ്പായം തുണി കണ്ടിട്ട് ഒരു ഐഡിയ ഇല്ല. ലാസ്റ്റ് നമ്മൾ എന്താ കാട്ടേണ്ടി വെച്ചെന്ന് ചോദിച്ചപ്പം അയാളൊരു കാർഡ് തന്നു. നിങ്ങൾക്ക് ഓർമ്മയുടെ കാർഡ് തന്നെ? ആ കാർഡ് തന്നു അയാൾ. കാർഡ് തന്നപ്പോഴാണ് മഹമ്മൂദാക്കും നമുക്കൊക്കെ എന്തായത്, സമാധാനമായത്. നമ്മൾ വിചാരിച്ചത് ഏതോ കാക്കയാണെന്നാണ്. അയാളെ കാർഡ്, അയാൾ ഒന്നും നമ്പർ തരുന്നില്ല. അയാൾ എന്ത് മന്തി അറിയും. സാത്തിനോട് നമ്മൾ പറയുമ്പോൾ ഇയാൾ തന്നെ പിന്നെ വരിക. അപ്പൊ അയാളെ കാർഡിൽ എഴുതിയിട്ടുണ്ട്, എന്താ ഇത്, അയാൾ ഗോൾഡ് മെഡലിസ്റ്റ് ആണ് ഹാർട്ടിൽ. ഏഷ്യയിൽ അറിയപ്പെട്ട കാർഡിയോളജി ഡോക്ടറാണ് അയാൾ, ഏഷ്യയിൽ. അത് ഞാൻ പറഞ്ഞ കാർഡൊന്നും തരൂല. അയാളൊരു നമ്മളിവിടുത്തെ ഒരു സാധു കാക്കന്റെ മാതിരി വന്നിട്ടാണ്. അയാൾ ആ മട്ടത്തിനൊന്നിനെങ്കിലും എന്തായി നമുക്കൊരു സമാധാനം. അയാളെങ്ങനെ മതി. അങ്ങനെ നമ്മളെ നിർബന്ധത്തിന് അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോണേ, ബംഗ്ലാദേശിന്റെ. അപ്പൊ ഇയാൾ പ്രൈവറ്റിൽ എവിടെ ഉള്ളത്. പക്ഷെ ഇയാളോട് വരുന്നുണ്ട് നമ്മളെ കൂടെ എന്ന് പറയുമ്പോഴേക്കും ഫുള്ള് ഡോക്ടേഴ്സ്, അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ഒന്ന് അങ്ങനെ മാറി. അപ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലായണേ, ഇയാളെ വലിപ്പം മനസ്സിലായണേ. മനസ്സിലായെങ്കിൽ അപ്പൊ സാധനം ഇതാണ്ട് കയറിയാൽ മട്ടത്തിൽ കയറണം. ശരിക്ക് കയറിയാൽ മാഷാ അല്ലാഹ് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആദ്യം തരൽ എന്താണ് കാരണം. അത് അയാളോട് മെനക്കിട്ട് അയാളോട് ചോദിച്ചു അയാൾ നമ്പറൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പിന്നെ ലാസ്റ്റ് കള്ളാസോ പെന്നോ എഴുതാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾ ഒരു കാർഡ് എടുത്ത് തന്നാണ്. ആ കാർഡിലാണ് ഉള്ളത്. ഏഷ്യയിലെ കാർഡിയോളജിന്റെ ഒരു വലിയ സ്പെഷ്യലിസ്റ്റ് ചെയ്തൊരു ഡോക്ടറാണ് അയാൾ. മെഡിക്കൽ കോളേജ് അയാൾക്ക് വേണ്ടി മാറിയിരുന്നു, എല്ലാ ഡോക്ടേഴ്സും മാറിയിരുന്നു. ഇയാൾ മാത്രം നോക്കി. ഭയങ്കര പരിഗണനയായിരുന്നു ഹോസ്പിറ്റലിൽ. നിൽക്കണവർക്ക് പാല്, ആർക്ക്
ബൈസ്റ്റാൻഡർക്ക് പാല് ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ അള്ളാന്റെ മാർഗത്തിലും കൂടി ആയതുകൊണ്ട് അള്ളാഹ്വാലായതുകൊണ്ട് പിന്നെ പറയും വേണ്ട, പാസ് ഒരു സാധനം വേണ്ട. ആർക്ക്? നമ്മൾ അള്ളാന്റെ മാർഗത്തിലല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, മനുഷ്യനിൽ ഗുണങ്ങൾ ഉണ്ടായാൽ, ആഖിറത്തിന്റെ ചിന്ത ഉണ്ടായാൽ ഇതിലൊന്നും എന്തില്ല, ദുരഭിമാനത്തിന് വകല്ല. ദുരഭിമാനത്തിന് വകല്ല. ഓരോരുടെ വലുതൊന്നും പറയില്ല. ഒരാള് ഒരു എഞ്ചിനീയറാണ്. നിങ്ങൾക്കൊക്കെ ഇവിടെ കുറെ ആൾക്കാർക്ക് അറിയുന്ന ആളായതുകൊണ്ട് ഞാൻ പേരൊന്നും പറയില്ല. ഇടത്തിലൊരു സമ്മേളനം ഉണ്ടായിരുന്നു. അയാളെ ആ സമ്മേളനത്തിന് കൊണ്ട് അയാൾ ആദ്യമായിട്ട് പേരാണ്. അപ്പം വലിയ പന്തല് സമ്മേളനം ഉണ്ട്. അപ്പം 2-3 ആൾക്കാർ അവിടെ ഇരുന്ന് തൊപ്പിയും താടി വെച്ച ആൾക്കാരൊക്കെ വർത്താനം പറയുന്നുണ്ട്. അപ്പം ഇവിടെ നാട്ടുകാരെ അയാളെ പോലെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ ആള് എന്താ വേണം. അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് സുബൈറാണ് പറഞ്ഞു. എന്താ നിങ്ങൾക്ക് എന്താ പരിപാടി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചെറിയ ചെരുപ്പിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് പറഞ്ഞു. വേറെ ആളെ ചോദിച്ചാൽ എൻ്റെ പേര് കമാലുദ്ദീനാണ് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ പരിപാടി? എനിക്ക് ചെറിയൊരു കച്ചവടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത ആളെ വരുന്നത് എൻ്റെ പേര് ഇബ്രാഹിമാണ് പറഞ്ഞു. എനിക്ക് ചെറിയ ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇയാളെ പേരായിരുന്നു. ഇയാൾ നിങ്ങളെ പേരെന്താ? എൻ്റെ പേരെന്നായിരുന്നു. നിങ്ങൾക്ക് എന്താ പരിപാടി ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാൻ എഞ്ചിനീയറിങ് അവിടുന്ന് കഴിഞ്ഞതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യമായിട്ട് പറഞ്ഞു. ഒരു 75-78 വയസ്സുണ്ടാവും ഇപ്പം. അത് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇതിനോട് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ ആ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് ആളൊരു 3 ദിവസമൊക്കെ ജമാഅത്ത് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവര് ഒന്ന് സുബൈറാജിയാണ്, മൈഫീൽഡ് ചപ്പലിന്റെ, മറ്റേ കമാലുദ്ദീൻ ഹാജിയാണ്, മറ്റേ ഇബ്രാഹിം ഹാജിയാണ്. അപ്പൊ അയാള് മൂപ്പരിനോട് പറയാണ്, ഇത് തെബ്ലീഗ് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാനിതൊക്കെ പാടെ കൂടി ഇന്ത്യന്റെ തറവാടും അഞ്ചന്മാരോ സ്വത്തൊക്കെ പാടെ കൂട്ടിയാൽ ഇവരെ കാറിന്റെ ഷെഡിക്ക് തള്ളാൻ കൂടി. പക്ഷെ അന്ന് ഞാൻ ഓല എല്ലാരേക്കാളും വലിയ ആളെ ഇനിന്ന് പറഞ്ഞു. ഒരു തമാശ നമ്മളൊരിത് ഇങ്ങനെ പറഞ്ഞിരുന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ദീനുണ്ടായാൽ മനുഷ്യന് അഭിമാനം, ദുരഭിമാനം നടിക്കല്, പെരുമ നടിക്കലൊക്കെ എന്താവും? കുറയും. നേരെ മറിച്ച് ദുനിയാവാണെങ്കിൽ അതങ്ങനെ കൂടിക്കൊണ്ടു പോകും. ഇതാണ് അല്ലാഹു തആല പറഞ്ഞത്, യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹു വസീനത്തുൻ ഭംഗി വതഫാഖുറുൻ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ പരസ്പരം ദുരഭിമാനം നടിക്കൽ, ഒത്തക്കാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും എന്ത് ചെയ്യുക? പെരുമ നടിക്കൽ. ഇവരാരെ പോലെയാണ്? കമസലി ഗൈസിൻ, ഒരു മഴ പോലെയാണ്. മഴ പെയ്താൽ എന്തുണ്ടാവും? ചെടികൾ മുളക്കും. അങ്ങനെ ചെടിയൊക്കെ കണ്ട് മുളച്ചിങ്ങനെ ഉണ്ടാകുന്നത് കണ്ടാൽ എന്താവും? ആജബൽ കുഫാറു നബാത, ആജബൽ കുഫാറ നബാതഹു, അത്ഭുതപ്പെടുത്തി. അജബ്, അത്ഭുതപ്പെടുത്തി. അൽ കുഫാറ, ആരെ? കർഷകരെ. കുഫാർ എന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ, മറച്ചു വെക്കണേ, മൂടി വെക്കണേനാണ് കഫറ എന്ന് പറയല്. മനസ്സിലായില്ലേ? എന്ത് മറച്ചേക്ക? വിത്തിനെ എന്താക്കും? മണ്ണോണ്ട് മറച്ചു വെക്കും. അതുകൊണ്ട് അവർക്ക് കഫറായിരുന്നു. മറ്റവർക്ക് കുഫാർ എന്ന് പറയാം, കാഫിർ എന്ന് പറയാൻ കാരണം എന്താ? ഹക്കിനെ എന്താക്കി? ആജബൽ കുഫാറ നബാതുഹു, സസ്യങ്ങളുടെ വളർച്ച അത് കർഷകൻ എന്തുണ്ടായി? ആശ്ചര്യപ്പെടുത്തി. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനം കുഴിച്ചിട്ട് അത് ഉണങ്ങിന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു മഴയൊക്കെ പെയ്ത് അതിമ കിളുത്തിങ്ങനെ വരുമ്പം അത് കുഴിച്ചിട്ട ആളെ ഹൃദയത്തിൽ എന്തുണ്ടാവും? ഉണ്ടാവില്ല വൈ ഇടയ്ക്കെന്തെങ്കിലും കുഴിച്ചിടണം, എന്നാലേ ആ കുളിർമ എന്താവുള്ളൂ, മനസ്സിലാവും. അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഓ പോയി എന്ന് വിചാരിച്ചൊക്കെ ചിലപ്പോ എന്താവും? മഴയൊക്കെ പെയ്ത് ഇങ്ങനെ മുളച്ചിങ്ങനെ ഉണ്ടാകുന്നത് കണ്ടാല് ഒരു ഭയങ്കര റാഹത്താണ്. പിന്നെ സുമ്മയഹീജു, പിന്നെ അത് വാടാൻ തുടങ്ങും. പിന്നെ അങ്ങനെ അത് വാടി കുറച്ച് കഴിഞ്ഞാൽ ഫതറാഹു മുസ്ഫറ, എന്താവും? ഒരു സാധനം ഉണങ്ങണതിന് മുമ്പ് എന്താണ്ടായാല് ഇലക്കെ ഇങ്ങനെ മഞ്ഞാവും. പിന്നെ അത് ഉണങ്ങിയിട്ട് ഇങ്ങനെ അടുവേലാണ്. സുമ്മ യകൂനു ഹുതാമ, പിന്നെ എന്താവും? എന്താവും? നുരുമ്പിപ്പോവും. പ്രയോജനം ഇല്ലാതാവണേനാണ് പറയാ. അഫറഅയ്തും മാ തസ്റഊന അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ ലൗ നശാഉ ലജഅൽനാഹു ഹുതാമ. അതിന് നമ്മൾ എന്താക്കും?
പതിരാക്കി കളയും നെല്ലാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ പോലെ ആ സാധനത്തിനെ നുരുമ്പിക്കളയും. ഇത് ഒരു സ്റ്റേജാണ് എന്നാണ് പറയുന്നത്. ഒന്നിങ്ങനെ മുളച്ചുണ്ടാകുക, അപ്പൊ ഭയങ്കര രസമായിരിക്കും. കളിയും തമാശന്റെയും ലെവല് പറയാൻ. അവസാനം എന്താ ആല് അതിങ്ങനെ കിളുത്ത് വരും. ഒരു 10-15 വയസ്സരായ കിളുപ്പില്. പിന്നെ 15 മുതൽ കുറച്ച് കഴിഞ്ഞാൽ എന്താവും, അതിന്റെ അങ്ങനെ ഒരു ഹരത്തിലായി. പിന്നെ അത് ഉണങ്ങാൻ തുടങ്ങാൻ മഞ്ഞപ്പായി. പിന്നെ അങ്ങനെ 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 വയസ്സാകുന്നതിനനുസരിച്ച് എന്താവും സംഗതി തീരാനാവും. പിന്നെ പറഞ്ഞാലൊന്നും എന്താവൂല, മനസ്സിലാവില്ല. പറച്ചിലൊക്കെ എന്തൊക്കെ വ്യത്യാസമാവും. അപ്പൊ തന്നെ പറയും വാപ്പക്ക് സോഡിയം കുറഞ്ഞിനെ അറിയും. പഴയ കാലത്താണെങ്കിൽ ചെന്നി അടിച്ചിനെ അറിയും. മനസ്സിലായില്ലേ? ചെന്നിയായി എന്നൊക്കെ പറയും. പിന്നെ മെയിൻ്റെ ആക്കൊന്നുമില്ല എന്ത് പറഞ്ഞാലും. എന്തായാലും ചെന്നിയായാലും അങ്ങനെയാണ് ഓൻ പോകേണ്ടി വന്നു അങ്ങോട്ട് വന്നി. അതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാലും കാര്യം പറഞ്ഞാലാണ് വാപ്പ ചെന്നി അറിയണ അറിയും. അതൊന്ന് മെയിൻ്റെ ആക്കണ്ട അറിയും. അങ്ങനൊക്കെ പലതും പറയാം. സത്യത്തിൽ ആ സമയത്ത് ചെന്നി പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാകണല്ല, ഇടക്കിടക്ക് ഇങ്ങനെ എപ്പോഴെങ്ങനെ. പക്ഷെ ആ ഒരു ചെന്നി അടിച്ചാൽ പിന്നെ ഫുള്ള് എന്തിലെഴുതും, ചെന്നിയിൽ. കാരണം ഈ വയസ്സായ ആൾക്കാർ പറഞ്ഞാൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. കാരണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇന്നൊരു പയ്യൻ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ വീട്ടിലിങ്ങനെ ഒരു ജ്യേഷ്ഠനും അങ്ങനെ ഉണ്ടായപ്പം അവനൊരു സങ്കടമായപ്പം വിളിച്ചത് തന്നെ. ഉമ്മനി വാപ്പനി ഓനാ നോക്കണത്. എത്ര ഓന്റെ പെണ്ണുങ്ങൾ ഈ ലീവായിട്ട് എവിടെ പോയിച്ചില്ല. ജ്യേഷ്ഠനോട് പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് കടന്നാൽ ഉറക്കിട്ടൂല, അറിഞ്ഞിട്ട് ജ്യേഷ്ഠൻ വരൂല തറവാട്ടില്. പെങ്ങളാണ് പറയും കുട്ടികളെ സ്കൂള് മസ്കൂള് എന്നറിയും. പിന്നെ ആകെ ബനും ഇവന്റെ പെണ്ണുങ്ങൾ മാത്രം നോക്കണേ. എന്നാ കുറ്റം മുഴുവനും. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോളി, ആരാണോ തറവാട്ടിലുള്ളത് ഉമ്മനെയും വാപ്പനെയും നോക്കണ ആരാണോ, എല്ലാ കുറ്റവും ആർക്കുണ്ടാകുക, കുടുംബക്കാരും കുറ്റം പറയും, വാപ്പിയമ്മയും കുറ്റം പറയും, എല്ലാവരും കുറ്റം പറയും. ആ സാധു ഇങ്ങനെ സഹിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സഹിച്ച് നിന്നോളി. ഒരു ബേജാറ് കണ്ട അള്ളാഹു തആല എന്ത് ചെയ്യും, ഭയങ്കര കൂലിം തരും, വഴികൾ തുറന്നു തരും ചെയ്യും. ഇന്ന് നമ്മളെ നാട്ടിലൊക്കെ പൊതുവായി മനസ്സിലാക്കിയത് ചെറിയ മോനാണ് ആരാ നോക്കണ്ടേ, ആരൊക്കെ ഒരു പൊളിയാനായ പരിയും കൊടുക്കും. ആർക്ക് വൈ ആ ചങ്ങായിക്ക് വലിയ തേക്കൊക്കെ പ്ലാവൊക്കെ പറയും. ഏറ്റവും കണ്ണ് സ്ഥലം വലിയ കാക്കയ്ക്കുണ്ടാകുക. മൂപ്പരപ്പം വാപ്പുള്ളപ്പന്നെ പരെടുത്തുണ്ടാവും. പിന്നെ ആ തേക്കുറിച്ചിന്റെ വാപ്പുണ്ടാവുമ്പോൾ പിന്നെ ചോദ്യമൊന്നുമില്ലല്ലോ. ആ തേക്കുറിച്ച് ഈ തേക്കുറിച്ച് വാപ്പന്റെ ആഗ്രഹമാണ് എന്ത് വായി മോനൊരു പെരെ കൂടുകയെന്നുള്ളത്. അതുകൊണ്ട് വാപ്പുള്ളത് മുഴുവൻ കൊടുക്കും. എന്നാൽ അങ്ങനെ അടിച്ചുപൊളി പെരക്കെ അവസാനം ഇവൻ എന്തുണ്ടാവും, ഈ ചെറിയ ചെക്കൻ ആ പഴയ പൊളിയാനായ ഒരു പെരയുണ്ടാവും. ഈ വയസ്സായ ഉമ്മനി വാപ്പനെ ഓരോ വെച്ചു കൊടുക്കും. ഓലങ്ങനെ നോക്കുക. അതിൻ്റെ ഇടയിൽ ഇടയിൽ കുറവുണ്ടാവും. വാപ്പനെ ഇടയ്ക്ക് കാണാനൊക്കെ വരും. ബിരുദന്മാരായ ആൾക്കാർ ഓരോ ആട്ടർച്ചൊക്കെ വാങ്ങിയാ വരിക എപ്പോഴെങ്കിലൊക്കെ മാസത്തിൽ. എന്നൊരു വാപ്പ അങ്ങനെ പറയും, എന്റെ മോ ആട്ടർച്ചുണ്ടോ നിന്നൊക്കെ പറയും. മറ്റവനെന്നും ഇറച്ചും മീനൊക്കെ വാങ്ങണ്ട. അതൊന്നും എന്തല്ല, അതൊന്നും ബുക്കിലും ഉണ്ടാവില്ല, കണക്കിലും ഉണ്ടാവില്ല. അതുകൊണ്ട് വയസ്സാനുള്ള ആൾക്കാരൊന്നും ആലോചിക്കണത് നല്ല കേട്ടോ. ഏത് അവനാ നിൽക്കണ വരെയുള്ള മക്കളെ ആയിട്ടുള്ള നല്ല നോക്കണം. ചുമ്മാ വെറുതെ ഓന്റെ പെണ്ണുങ്ങളെയും പറ്റൂല, ഓനെയും പറ്റൂല, ഫുള്ള് പ്രശ്നിക്കും. അതുകൊണ്ട് ഇപ്പൊ ഒന്ന് അന്തം വെച്ച് നിൽക്കണത് നല്ലതാണ്. അതുകൊണ്ട് ഫുള്ള് പ്രശ്നിക്കും. ഭക്ഷണം തരുന്നില്ല എന്നൊക്കെ പറഞ്ഞാളൂ. ഒക്കെ ഒരു അവസ്ഥയാണ്. പ്രായമായില്ലേ. ഇപ്പത്തെ മാതിരിയുള്ള വിവേക ബുദ്ധിയും ചിന്താശക്തിയൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ബ്ലഡിന്റെ സർക്കുലേഷൻ കുറഞ്ഞതിനനുസരിച്ച് എന്താവും, ആക്കെ കുറഞ്ഞിങ്ങനെ എങ്ങനെയൊക്കെ വരുന്നുണ്ടാവും. ഓല കുറ്റം പറയേണ്ടൊന്നും കാര്യമില്ല. ഓല് ബോധപൂർവം പറയണമെന്നല്ല. അപ്പൊ അത് സഹിച്ച് എവിടേക്കും പോകാതെ ഉമ്മനി വാപ്പനി നോക്കിക്കൊണ്ടെടുക്കണേ. അപ്പൊ ഒന്നിങ്ങനെ എന്തോ ആരോ ഒന്ന് പറഞ്ഞപ്പോ ഒരു ടെൻഷനായപ്പോ നിന്നെ വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു സാരില്ലടാ വലിയ കൂലിയല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞെന്താണ് പറഞ്ഞാല്, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പം എല്ലാവരും ഇങ്ങനെ ചെന്നിയാണ് അതാണ് ഇതാണെന്ന് പറയാം. അപ്പൊ തന്നെ എന്തായിന് മഞ്ഞായി ഇങ്ങനെ പിന്നെന്തായി, ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുത്താമ, അങ്ങനെ പൊടിയായി. പിന്നെ പിടിച്ചാലൊന്നും ഈ മര്യാദയ്ക്ക് പിടിച്ചാൽ എല്ലൊക്കെ എന്താവും, പൊട്ടും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. ആര് പറയാണ്? അല്ലാഹു പറയാണ്. ഇതാവാൻ വലിയ സമയമൊന്നും വേണ്ട. ഒരു ചെടി ഉണ്ടായി അത് ഉണങ്ങാൻ വലിയ നേരം വേണ്ട. അതിലേക്കാണ് ഈ പോണെല്ലാം നമ്മളൊക്കെ പോണത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മളെ മുന്നിൽ വരുമ്പോ നമുക്കിത് പറയാനും ചിന്തിക്കാനൊന്നും എന്തുണ്ടാവൂല, ഓർമ്മ ഉണ്ടാവൂല. അതുകൊണ്ട് മനുഷ്യന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ എന്ന് ആര് പറയാണ്? ഇത് കളിയും തമാശയിലും കഴിച്ച് തീർക്കല്ലേ നിങ്ങള്. പിന്നെ
അല്ലാഹു പറയാണ് വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ്, ആഖിറത്തിലെത്തി അതിനൊക്കെ കഠിനമായ ശിക്ഷ ഉണ്ടാവും. വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനവും അവന്റെ തൃപ്തി ഉണ്ടാവും. രണ്ടാളൊന്നുണ്ടാവുമെന്ന്, രണ്ടും കൂടി ഒരാൾക്ക് ഉണ്ടാകണമല്ല. പിന്നെ രണ്ട് വിഭാഗത്തിന് പറഞ്ഞതാണ്. ആദ്യം പറഞ്ഞത് എന്താണ്? വലഹും അദാബുൻ ശദീദ് എന്നാണ് ആദ്യം പറഞ്ഞത്. കാരണം അതിന്ന് കഴിച്ചിലാവുക എന്നുള്ളത് വലിയ പ്രയാസാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഭൗതിക ജീവിതം വഞ്ചനയുടെ ചരക്കല്ലാതെ വേറൊന്നുമല്ല. ഇങ്ങനല്ലാതെ ഇനി അല്ലാഹ് എങ്ങനെ പറഞ്ഞുതരാം? തറക്കല്ല ഇപ്പൊ അള്ളാഹ്ക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇത് വഞ്ചനയുടെ ചരക്കല്ലാതെ വേറൊന്നുമല്ല. ഇതിന്റെ ബാക്കിൽ ആര് കൂടി അവനൊക്കെ ചതിക്കപ്പെടും, അവനൊക്കെ എന്താവും? വഞ്ചിക്കപ്പെടും, ചതിക്കപ്പെടും. ചതിക്കുഴികളാണ് ഉള്ളത് മുഴുവനും. ആൾക്കാർ ഓടി 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 സമ്പത്തുണ്ടാക്കും, ലാസ്റ്റ് എന്തെങ്കിലും കൊണ്ടേക്ക് കൊടുക്കും, പിന്നെ ആ പൈസ മുഴുവൻ പോവും. പിന്നെ അത് ഉണ്ടാക്കാനും ആകാനും അയാളെ 50 കൊല്ലത്തെ അധ്വാനമൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. പിന്നെ അയാൾക്ക് നിരാശാവും. നിരാശ എവിടെ എത്തിക്കും? കുഫറിലെത്തിക്കും. അതുകൊണ്ട് ഈ ദുനിയാവിന്റെ പിന്നിൽ ഓടുമ്പോൾ നല്ല പോലെ ആലോചിക്കും. ദുനിയാവിന്റെ പിന്നാലെ ഓടുമ്പോൾ നല്ല പോലെ ആലോചിക്കും. ആവശ്യത്തിനുള്ള ദുനിയാവ്, പിന്നെ ആഖിറത്തിലേക്കുള്ള വലിയ ഒരുക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ദുനിയാവിന്റെ ചളിന്ന് കൈയും കാലും കഴുകി എന്ത് ചെയ്യണം? കരക്ക് കയറണം. എപ്പം കയറണം? അതിന് സമയം ഇടണം. അള്ളാഹ് ആയുസ്സിലാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു 50 കൊല്ലം, ഇല്ലേ ഒരു 55 കൊല്ലം, ഇല്ലേ ഒരു 60 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഈ പണിക്ക് ഞാനില്ല. പിന്നെ എന്തായാലും കുഴപ്പമില്ല, പിന്നെ ദീന് പള്ളി കാര്യം അതിൻ്റെ ഇടയിൽ തന്നെ ചെയ്യണം. അങ്ങനത്തെ ഒരു ചിന്താഗതിയെങ്കിലും നമ്മളിൽ ഉണ്ടാണ്. അത് കയറണം എന്നല്ലേ, മറ്റേ കയറണം എന്നുള്ള ചിന്താഗതി ഉണ്ടായിട്ടുണ്ടാവും. ആസ്വദിക്കാനുള്ള ചിന്താഗതി ഇല്ല. വലിയ സങ്കടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആസ്വദിക്കില്ല, അങ്ങനെ നടക്കുകയാണ്. കുറച്ചിങ്ങനെ വയസ്സായി കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കാൻ തുടങ്ങും. എണ്ണ കത്തിച്ചിനൊക്കെ ശ്രദ്ധിക്കും. ഏത് അങ്ങോട്ട് ഇപ്പോൾ കാർ എടുക്കണ്ട അറിയും. കാരണം ഞാൻ ഒരാളെ ഉള്ളൂ, വെറുതെ എന്തിനാ എണ്ണ കത്തിച്ചിന്? അതങ്ങനെ നടന്നാൽ മതി. ഇല്ലേ ഏതെങ്കിലും ചെക്കന്മാരെ ബൈക്ക് ഉണ്ടാവും, അതിന് കയറിയാൽ മതി. ഇതൊക്കെ വണ്ടി പോർച്ചിൽ നിർത്തുക, എണ്ണ അടിച്ച മക്കളൊക്കെ ഭയങ്കര 2 ലക്ഷം 3 ലക്ഷമൊക്കെ ശമ്പളം വാങ്ങുന്ന ചെക്കന്മാരുണ്ട്. ഇയാൾക്കും അത്യാവശ്യം വാടക ഒക്കെ കിട്ടുന്നുണ്ടാവും, എന്നാലും പോവാ. സത്യത്തിൽ എന്താ ആലോചിക്കണ്ടേ? ഏസി കെട്ട് കാറ്റൊക്കെ കൊള്ളാതെ എന്ത് ചെയ്യണോ? റാഹത്തിൽ പോകേണ്ട ആളാണ് ആര്? ഞാൻ ഇവിടെ വാക്കിയാക്കിയിട്ട് പോയിട്ട് എത്ര കാര്യം? എണ്ണ അടിച്ചാൽ പേടിച്ചിട്ട് വണ്ടി എടുക്കാക്കുക ആൾക്കാരങ്ങനെ. കുറച്ച് നല്ല വയസ്സായതിനെ ഡ്രൈവർ ആക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ ആര്? എണ്ണ അടിച്ചുള്ള കായ്ക്ക് ഏതെങ്കിലും ഒരു തല വിൽക്കുക. ആർക്കിത് ഓരക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. പറഞ്ഞെടുത്തിട്ട് ഇത് വിൽക്കൂല ആൾക്കാർ, ചുമ്മാ അങ്ങനെ നടക്കും. അവിടെ ഏക്കറുണ്ട്, ഇവിടെ 5 ഏക്കറുണ്ട്, അവിടെ 7 ഏക്കർ റബ്ബറുണ്ട്, അവിടെ മറ്റേത് ഏക്കറുണ്ട്, ഇത് ഏക്കറുണ്ട്. എന്നിട്ട് ഈ കാക്ക റോഡുമ്പോൾ എടുക്കുക. എന്നിട്ട് ഒരാൾക്ക് വണ്ടി എടുത്തിട്ട് എടുക്കുക, അജാരെ നാട് കയറുക, എന്നിട്ട് ആടെ കൊണ്ട് ഇറക്കുക, എന്നിട്ട് അവിടെ നിന്നിട്ട് പിന്നെ അങ്ങനെ തലറിഞ്ഞിക്കുക. ആർക്കത് വേണ്ടി? ഒറ്റക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി. പൊട്ടനല്ലേ ശരിക്ക്. ഒരു തലയുടെ വിൽക്കുക, ഒരു വണ്ടിയൊക്കെ വാങ്ങുക, റാത്തായിട്ട് ഇങ്ങനെ ഇടുക. ഒരു ഡ്രൈവറൊക്കെ വെക്കുകയാണെങ്കിൽ കണ്ണാണില്ല, ഓട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് വിളിച്ചാൽ മതി. ആട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും വരണ്ടാവുമല്ലോ. എണ്ണ അടിച്ചിന് മറ്റപ്പം പറഞ്ഞ മാതിരി അടിച്ചാൽ പോകും. ആര് പറഞ്ഞാൽ എണ്ണയ്ക്ക് എത്ര വില ഇടാലും കുഴപ്പമില്ല, ഞാൻ 500 രൂപയൊക്കെ അടിച്ചുള്ളൂ പറഞ്ഞില്ലേ? ഏത് അതേമാതിരി തീരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം? അടിച്ച അതൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറത്തെ ബാക്കി ഉണ്ടാവുക. അങ്ങനെ ചുമ്മാ ചില ആൾക്കാരുടെ ബൈക്കുമേൽ കാറൊക്കെ ഉണ്ടാവും, വയസ്സായിന് എന്നാലും ബൈക്കുമേ വെയിലുണ്ട് ഇങ്ങനെ പോണാണ്. ബൈക്ക് പറഞ്ഞ സ്വയം നിലനിൽപ്പില്ലാത്ത, സ്വയം നിൽക്കാത്ത വാഹനമാണ് എന്ത്? കാരണം അതിനൊരു സ്റ്റാൻഡില്ലെങ്കിൽ എന്ത് ചെയ്യൂല, അത് നിൽക്കൂല. അയിമല ഈ കാക്കൻ അങ്ങനെ കൊണ്ടാണ്. ചെറിയ എത്ര എളുപ്പമുള്ള ടയറാണ്. ശരിക്കും അയിമൊക്കെ ഒന്ന് നോക്കിയാൽ മതി, മര്യാദക്കാരും പോകൂല. ഒന്നാമത് ഇയാൾക്കെന്നെ പഴയ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. 4 ഒപ്പിച്ച് ആ ആക്റ്റീവിയും അതുമായിട്ട് ഇങ്ങനെ നിൽക്കുക. മാറില്ല നിങ്ങള്. ചെറുപ്പക്കാരോട് എപ്പം തന്നെ പറയാം, ചങ്ങന്മാരെ അത്യാവശ്യം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു വണ്ടിയൊക്കെ വാങ്ങിക്കോളി. ചുമ്മാ നമ്മൾ ജീവിച്ചില്ല ആർക്ക്? ഇവിടെ മക്കൾ ഫുള്ള് കേസാ. നിങ്ങൾക്ക് ഇത് അറിയാഞ്ഞില്ല, നമ്മൾ ഫുള്ള് ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഈ പ്രശ്നമുണ്ട്.
മിഞ്ഞാന്നാളെ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, വാപ്പ അങ്ങനെ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി കൊടുത്തും വിട്ട് അച്ചായന്റെ കൈമ പോയി. എൻ്റെ നാട്ടില് 1.5 ലക്ഷം റുപ്യ വാടക കിട്ടുന്ന ബിൽഡിങ് അച്ചായന്റെ ഉള്ളത്. അത് കരുന്നതിന്റെ വാപ്പ അങ്ങനെ ഉണ്ടാക്കിയാറുണ്ട്. വാപ്പക്കും പോയി, ബാക്കിയുള്ള കുടുംബക്കാർക്കും പോയി. വാപ്പനോട് മുക്തിയാർ വാങ്ങിയിട്ട് ചെക്കന്മാരെന്താക്കിയതാണ്, അച്ചായന് പണയം വെച്ച് അച്ചായന് എന്താ കൊടുത്തിട്ട് അച്ചായന് വട്ടി അടിക്കാൻ തീർക്കാനിട്ട് അച്ചായനെ പിടിച്ചെടുത്തില്ല, പോയി. ഇതിനൊക്കെ നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ട് പോയി അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കി ആവശ്യത്തിന് ഫുള്ള് എത്തിമാക്കുന്നുണ്ട് മക്കളെ. ഒന്നും പേരെടുക്കാൻ സ്ഥലമില്ല, അങ്ങനെ നോക്കണം ഞാൻ പറയില്ല, ഓൽക്കുള്ളൊക്കെ വെക്ക്. പിന്നെ അള്ളാഹു തആല ഓല മുഖത്തല്ല എഴുതി ഉണ്ടാവൂലേ ഓല മുഖത്തുള്ളപ്പോഴേ ഇതിൽ ഓൽക്കൽ ഒരു കോടി റുപ്യ എഴുതിയെങ്കിൽ അത് നമ്മൾ കൊടുത്താൽ പിന്നെ ഓൽക്ക് ഒത്തുണ്ടാവില്ല. നമ്മളൊരു അയ്മ്പ് വലിച്ചിനെങ്കിൽ ഓൽക്കൊരു അയ്മ്പ് മനസ്സിലുണ്ടോ? വൈ കിണറ്റിന്ന് മുക്കിയാലല്ലേ എന്തുണ്ടാവുള്ളൂ, കുറവല്ല ഉറവുണ്ടാവുള്ളൂ, അതുകൊണ്ട് വരുള്ളൂ. മുക്കാതെ അങ്ങനെ വെച്ചാൽ കിണർ നിറഞ്ഞു ഒലിച്ചൊന്നുമില്ല, അല്ലയോ? അതുകൊണ്ട് ഞാൻ വേറെ ഇതിന് തരണമെന്നൊന്നല്ലല്ലോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിങ്ങളൊന്ന് റാഹത്തായി ജീവിക്കുന്ന പറഞ്ഞത്, മനസ്സിലായില്ലേ? ആര് റാഹത്തായി ജീവിക്കാം? ആര്? നമ്മളെ പെണ്ണുങ്ങൾ എപ്പോഴും ഓട്ടോറിക്ഷയിൽ, നമ്മളെ കൂടെ ജീവിതം മുഴുവൻ വന്ന ഓളെ ബസ്സിന് ഒരു 20 റുപ്യ എന്നാ നീ പോയിക്കോന്നറിയാം. അവനാ കണ്ട ബസ്സിലൊക്കെ കൂത്തി കയറി എടങ്ങാറായിട്ട് പോവാ. ക്യാവായി. അതുകൊണ്ട് ഒരു കാറൊക്കെ വാങ്ങാം, ഇല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങാം. എന്താണോ അവനോട് വാങ്ങാൻ പറ്റുന്നത് വാങ്ങാം. റാഹത്തായി ജീവിക്കുക, ആർത്തി ഒഴിവാക്കുക. അല്ല അങ്ങനെ തിന്നുകൊണ്ടിരിക്കും, അല്ല തിന്നുകൊണ്ടിരിക്കും. അല്ലക്ക് തരല്ല പണി. രാവിലെ ഒരു മൽക്ക് ദുആ ചെയ്യണ്ടാവും, എന്ത് കൊടുക്കണോന് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ, പിടിച്ചു വെക്കണോന് നീ ഇത് സത്യമാണല്ലേ? നിങ്ങൾ പറയും, ഇത് ഹദീസാണ്. എന്നും രാവിലെ ദുആ ചെയ്യുന്നു. നമ്മൾ പിടിച്ചെക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ മലക്ക് രാവിലെ എന്ന് നമ്മളെ പേര് നമുക്ക് വേണ്ടി ദ്വാരക്കാണ്, ചങ്ങായിക്കൊന്ന് 1 ഉറുപ്യ കൊടുക്കരുത്. മലക്കിന്റെ ദുആ ഉറപ്പായിട്ട് കബൂലാവും. അതിനകത്ത് ഒന്നായിട്ട് അടിച്ച് ഇയാൾ പറഞ്ഞാണ്, ഒന്നായിട്ട് അടിച്ച് തീർത്തിട്ട് നാളെ യാചിക്കാൻ പാടില്ല. യാചന പാടില്ല. അപ്പൊ കണ്ടു കേട്ടൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു ആലിമിനോട് മസൂറൊക്കെ ചെയ്തിട്ട്, മസൂറൊക്കെ ഞാൻ നിങ്ങൾ വരണ്ടേ, ഞാൻ മട്ടത്തിന് പറയാനുണ്ട്. ഇങ്ങനത്തേനൊക്കെ ഈ വേണ്ടാത്തതിനൊന്നും വരരുത്. വണ്ടിയും ബലിയും കച്ചറിയും മാത്രം, അത് മാത്രമല്ല. ഇടയ്ക്ക് കയറി ഞാൻ ഒരു ഇതൊക്കെ വിറ്റിട്ട് ഒരു കാറൊക്കെ വാങ്ങാൻ വിചാരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊരു നല്ല മസൂറാണ്. അല്ലാണ്ട് ആ മറ്റേ വട്ടിക്കാരൻ പിടിച്ചിട്ടുണ്ട് ഈ ലോണിൽ കുടുങ്ങി ഇങ്ങനത്തെ കാട്ടാന്നൊന്നും ചോദിച്ച് വന്നിട്ട് എന്തില്ല, മറ്റോ പറ്റിച്ചു പോയി 50 ലക്ഷം രൂപ കച്ചവടത്തിന് കൊടുത്തിഞ്ഞ് ഇപ്പൊ ഒരു അഡ്രസ്സും ഇല്ല, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൊന്നും ചോദിച്ച് വരണമെങ്കിൽ അതെന്തില്ല. ആ മസൂറിലൊന്നും ഒരു രസമില്ല. മസൂർ എന്താ രസം? റാച്ചേക്കും ആലോചിച്ചോളി നിങ്ങൾ. ബെറ്റടിക്കൊന്നും ചെയ്യണ്ട, നല്ല ആസ്വദിക്കും. മീൻ്റെ അവിടെ പോവുക, മത്തി ഇങ്ങനെ നോക്കുക, വെത്തല നോക്കുക, അയില നോക്കുക, അങ്ങനെ പോരാ. ഇവിടെ ചെമ്മീന്, അയക്കോറ, പിന്നെ ആകൂലൊക്കെ അടങ്ങനെ കിടക്കുന്നുണ്ട്. ആ ഭാഗത്ത് തിരിഞ്ഞെന്നെ നോക്കൂല. ആർക്ക് വേണ്ടി അങ്ങന്മാർ ഈ മത്തി ഇങ്ങനെ തിന്ന് ജീവിച്ച് തീർക്കണത്? അത് വലിയ പൈസക്കാർ വാങ്ങിയോട്ടെ എന്ന്. അങ്ങനൊന്നുമില്ല. പെരക്കാർക്ക് ചെലവഴിക്കലാണ് ഏറ്റവും നല്ല. ഒരു മനുഷ്യൻ ചെലവഴിക്കുന്ന ദിർഹമിൽ ഏറ്റവും നല്ലത് എവിടെയാണ്? വീട്ടുകാർക്ക് ചെലവഴിക്കലാണ്. ആ ദിർഹമാണ് ഏറ്റവും നല്ല ദിർഹം, ഏറ്റവും നല്ല പൈസ അതാണ്. അപ്പൊ പെരക്കാർക്ക് ഒരു കസ്റ്റമീനൊന്നും വാങ്ങി വെച്ചെന്തില്ല, എന്നും വാങ്ങണമെന്നല്ല, എന്നാലും വാങ്ങേണ്ട ഇടയ്ക്കെങ്കിലും. ഇതെവിടെയെങ്കിലുമൊക്കെ കല്യാണത്തിനോ കാര്യത്തിനോ പോകുമ്പോഴായിട്ട് ഞങ്ങൾക്ക് എന്തിട്ടുള്ളൂ ഒരു കഷ്ണമീനൊക്കെ കിട്ടുള്ളൂ. പെണ്ണുങ്ങൾ താഴത്തുണ്ടെന്നാണ്. കറക്റ്റ്. അതുകൊണ്ട് കഷ്ണമീനൊക്കെ എപ്പോഴെങ്കിലും ഇത് കിട്ടണ്ടേ? ഓർക്ക് കല്യാണത്തിന് പോകുമ്പോഴാണ് അത് കിട്ടുക. നമ്മളിടയ്ക്കിടയ്ക്ക് അടിമരൊക്കെ പോയിട്ട് ചങ്ങായിമാരെ കൊണ്ടത് പോയിട്ട് ബ്രോസ്റ്റ് അടിക്കല്, അൽഫാം അടിക്കല് ഒക്കെ ഉണ്ടോ? പെരയിലൊന്നുമില്ല. പെരയിൽ ആ 10 രൂപേന്റെ മത്തി. ആ മീൻ കച്ചവടക്കാരൻ തന്നെ അറിയാം എന്ത്. ഒരു ഏരിയക്ക് വരുന്ന മീൻ കച്ചവടക്കാരന്റെ പെട്ടി നോക്കിയാൽ അറിയാം എന്ത് ആ ഏരിയന്റെ ലെവല്. ചില ഏരിയയിൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന പറഞ്ഞാൽ ഈ പെട്ടിയിൽ ആ അയിലും മത്തി മാത്രം ഉണ്ടാകും. അല്ല, ഞാൻ പതിനാറ് ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോണ്ട് അയാൾ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വലിയ മീൻ എന്ത് ചെയ്യുന്നുണ്ട്
ആകുലൊക്കെ മുറിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഏരിയക്കാർ അങ്ങനത്തെ ഏരിയക്കാരാണ്, ഓലൊക്കെ അത്യാവശ്യം വാങ്ങുന്ന ആൾക്കാരാണ്. നമ്മളെ കണ്ടാൽ തന്നെ മത്തിമക്ക പോലെ അവന് മാറൂല വഴി. ആർക്ക് വേണ്ടി ഉണ്ടാക്കണേ? ലാസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, മരിച്ചു പോവുക. എന്നിട്ട് ഏതോക്കെ ആൾക്കാർ എന്ത് ചെയ്യുക, ഇത് ആസ്വദിക്കുക, കച്ചറൊക്കെ ഉണ്ടാക്കുക. മരക്കള് കച്ചറ ഉണ്ടാക്കുക. മരക്കൾ പെമ്മക്കളെ ഭർത്താക്കന്മാര് വിൽക്കാൻ പറ്റൂല. ബാപ്പനെ ചികിത്സിക്കുന്നതിന് വേണ്ടി വിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴും അയാൾ പറഞ്ഞത് അങ്ങനെ പൈസ ചെലവാക്കണ്ടെന്ന് പറഞ്ഞത്. എന്തിന്? മൂപ്പർക്ക് ഒരു വലിയ ഇഞ്ചക്ഷൻ പറഞ്ഞപ്പോൾ അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പം അത് ചെയ്തിട്ട് എത്ര ശതമാനം ഇതുണ്ട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർമാരെന്താ പറയില്ലേ, ശതമാനം ഒന്നും പറയാൻ പറ്റൂല, ഇനി മുന്നിക്കുള്ള ചികിത്സ അതേ ഉള്ളൂ. അത് ചെയ്തൊക്കെ ചിലപ്പം ഇതുണ്ടാവും, ചിലപ്പോൾ ഇതുണ്ടാവില്ല, ചിലപ്പോൾ പൈസ പോകും. അപ്പം ഇതിനെപ്പറ്റി കൂടി ആലോചിക്കുക. എന്നിട്ട് എന്ത് പറയാ, അങ്ങനെ വെറുതെ ഇതാക്കണം, ഉപ്പാക്കും ഇറങ്ങാറിയിക്കാം, വലിയ കടുപ്പുള്ള മരുന്ന് കയറ്റി വാപ്പനെ വെറുതെ ഇറങ്ങാറാക്കണ്ടെന്നൊക്കെ. സംഗതി എന്താണെന്നുള്ള മനസ്സിലായില്ല. ആ പറമ്പിക്കണ്ട മറ്റേ വെക്കണ്ടെന്നറിയും, മനസ്സിലായില്ലേ? ചില ആൾക്കാരൊക്കെ സുഖമില്ല എന്ന് പറഞ്ഞാൽ തന്നെ കടം വാങ്ങൽ തുടങ്ങിയിട്ടുണ്ടാവും. ആര്? മരക്കളെ. കാരണം അതിപ്പോ അങ്ങനെ പോയി കിട്ടിയ പിന്നെ അങ്ങോട്ട് വരാണ്ടല്ലോ. അള്ളാഹ് മാപ്പാക്കി തരട്ടെ. ദുനിയാവിന് വേണ്ടി എന്തെല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജീവിച്ചിരിക്കുമ്പം ഭാര്യന്റെ വാപ്പനെ ബുദ്ധിമുട്ടാക്കുന്ന ആൾക്കാർ, സ്വന്തം വാപ്പനെ ബുദ്ധിമുട്ടാക്കുന്ന ആൾക്കാർ, പൈസക്ക് വേണ്ടിയിട്ട്, അയാളുണ്ടാക്കിയ പൈസക്ക് വേണ്ടിയിട്ട്, വേറെ ആരുണ്ടാക്കിയ പൈസക്ക് വേണ്ടിയില്ല. ഇതൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് ആവതുള്ള കാലത്ത് ആസ്വദിക്കുകയും ചെലവഴിക്കുകയും ചെയ്യും. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്നലല്ല ഇതിനു മുമ്പുള്ള വെള്ളിയാഴ്ച ഞാൻ മഞ്ചേരി മദ്രസയിൽ പോയിരുന്നു. ഇബ്രാഹിം ഹാജിയെ മരിച്ചിട്ട് 2 വർഷം പൂർത്തിയായത്. അപ്പം അദ്ദേഹത്തിൻ്റെ മക്കളും ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ സംസാരിക്കുമ്പം സുബി കഴിഞ്ഞ് കുറച്ച് സമയം അവരോട് ഇങ്ങനെ ഒരു ചെറിയ നസീഹത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വേഗം ഒരു കാര്യം കൂടി വന്നു. മദ്രസ തുടങ്ങിയിട്ട് എത്രയോ കൊല്ലായിരുന്നു. അന്ന് ഇബ്രാഹിം ഹാജിക്ക് നല്ല ബുദ്ധിയും നല്ല ആരോഗ്യവും നല്ല തൻ്റെടും സമ്പത്ത് ചെലവഴിക്കാനുള്ള എല്ലാ അവസ്ഥ ഉണ്ടാവുമ്പോഴാണ് അദ്ദേഹം ആ ഏക്കറുകളും ആ മദ്രസയും ബിൽഡിങ്ങും അതിന് കോടികൾ ചെലവാക്കിയത്. മനുഷ്യന്റെ വയസ്സായി ഇതിക്ക് ഉപകാരപ്പെടൂല എന്ന് വിചാരിക്കുമ്പം എന്താക്കലുണ്ട്, ആ ഏക്കറ അത് മദ്രസ കൈക്കോട്ടെ, ഈ ഏക്കറ പള്ളി കൈക്കോട്ടെ. കാരണം ഈ കാക്കൂന് മനസ്സിലായി ഇനി ഇതൊന്നും ഞമ്മക്ക് കിട്ടൂല, കുറച്ച് ആഹൃതക്ക് നോട്ടെ. അപ്പോഴല്ല കൊടുക്കണ്ടേ, എപ്പോഴാണ് കൊടുക്കണ്ടേ? നിബിധങ്ങൾ സാഹസങ്ങൾ പറഞ്ഞു, നീ ആവശ്യക്കാരനായിരിക്കുകയും ദാരിദ്ര്യം ഉണ്ടാവുന്നതിന് ഭയപ്പെടുകയും ചെയ്യുന്ന ധർമ്മമാണ് ഏറ്റവും ഉയർന്ന ധർമ്മം. നല്ല ആരോഗ്യം ഉണ്ടാവുമ്പോൾ ചെലവാക്കണം. നല്ല ആരോഗ്യം ഉണ്ടാവുമ്പോൾ. ഞാനൊരു പള്ളി ഉദ്ഘാടനത്തിന് പോയി, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, വീണ്ടും പറയണേ, കാരണം ചില സംഗതി നമുക്ക് മറന്നുമില്ല. ആ പള്ളി ഉദ്ഘാടനത്തിന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു നല്ല പള്ളി കൺസെപ്റ്റുള്ള നമുക്കൊരു ഇതുണ്ടാവല്ലോ, അങ്ങനത്തെ നല്ല അടിച്ചുപൊളി ഫുൾ പണി ഫിനിഷായൊരു പള്ളി. അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു. അപ്പം എൻ്റെ ഉദ്ഘാടനത്തിന് അയാളെ വിളിച്ചത്. ഞാനടുത്തിയ പള്ളിയൊക്കെ കണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായി. ഞാൻ ഒരാളോട് ചോദിച്ചു, ആരാത് ഈ പള്ളീൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ്, ഇതിൽ എഞ്ചിനീയർ ആരാണ്, ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഉണ്ടാക്കിയ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആരാന്ന് ചോദിച്ചു. അപ്പം എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരൻ പറഞ്ഞു ഇന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പം അയാൾ എന്നെ വിളിച്ചത്, ഓന് ഞാനും ബറാബർ വയസ്സുള്ള ആളാണ്. അന്ന് എനിക്ക് 34 വയസ്സോ 35 വയസ്സേ ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് 1.25 കോടി ഉറുപ്പിൻ്റെ പള്ളി സ്വന്തമായിട്ടുണ്ടാക്കി. അപ്പം ഞാൻ വിചാരിച്ചു, സ്വാഭാവികം നമ്മൾ വിചാരിക്കൂലേ ഇവൻ്റെ 10 കോടി ഉറുപ്പ് ഉണ്ടാവുമെന്ന്. ഞാൻ പിന്നെ അന്വേഷിച്ച് നോക്കിയപ്പം അവൻ്റെ ആകെയുള്ളത് 2 ഫ്ലോട്ടും ഒരു ചെറിയ പെരയുള്ളത്. അപ്പോൾ വലിയൊരു ഫ്ലോട്ട് എടുത്തിട്ട് കച്ചവടം ചെയ്തതിൽ കിട്ടിയ ഒരു 1.25 കോടി ലാഭത്തിന് എന്തുണ്ടാക്കിയതാണ്, ഒരു പള്ളി ഉണ്ടാക്കിയതാണ്. ഓനക്ക് പിന്നെ ആകെ 2-3 ഫ്ലോട്ടുകൾ, ഈ ഫ്ലോട്ട് മാത്രമേ ഓനക്കുള്ളൂ പറഞ്ഞു. അപ്പോൾ കോടികളുള്ള ആളല്ല. അപ്പം മാഷാഅല്ലാ വർഷങ്ങളായി ആഫിലീങ്ങളുണ്ടായി, ആലിമീങ്ങളുണ്ടായി, എത്രയോ ജമാഅത്തുകൾ അവിടെ വന്ന് താമസിക്കൽ തുടങ്ങി. ഇപ്പോഴും മാഷാഅല്ലാ ആഫിയത്തിലുണ്ടോന്ന് ഞാൻ പറഞ്ഞത് എന്താണ് പറഞ്ഞാൽ അതൊക്കെയാണ് ബുദ്ധിയും ലാഭം പറഞ്ഞത്. അവനവൻ ആഫിയത്തും ആരോഗ്യം ഉണ്ടാവുമ്പം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത്. അല്ലാതെ ഇതിനെ പിടിച്ചു വെച്ച് കൊണ്ടുവന്ന് അവസാനം കൈവിട്ടു പോയിട്ട് ഒന്നും കാര്യമില്ല. നാളെ ആഖിറത്തിലെത്തുമ്പോൾ ഹിസാബ് ആരാ പറയണ്ടേ?
ആരാണോ ഉണ്ടാക്കിയത് അയാളുണ്ടാക്കണ്ട. ഇപ്പൊ ഒരു പറമ്പ് വാപ്പന്റെ ഓരിയായിട്ട് എനിക്ക് കിട്ടി, ഒരു 50 സെന്റ് എനിക്ക് കിട്ടീന്ന് വിചാരിച്ചോളി. നാളെ ആഗ്രഹത്തിൽ എന്നോട് ചോദിച്ചാൽ പറയും എനിക്ക് എന്റെ വാപ്പ എന്റെ അനന്തരാശായിട്ട് കിട്ടിയാണ്. പിന്നെ അടുത്ത ചോദ്യം ആരോടാണ്? വാപ്പാനോടാ ചോദിക്കുക ജി എങ്ങനെ ഇത് ഉണ്ടാക്കിയാണ്. അപ്പൊ അയാൾ എങ്ങനെ ബലഹത്തിൽ ഉണ്ടാക്കിയാണ് അയാൾ കുടുങ്ങി. ആസ്വദിച്ചതാര്? ഞാൻ. നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? അവിടെ സാറുമാരെ സ്നേഹന്മാരെ, ഒന്ന് സമ്പാദ്യ മാർഗം നന്നാക്കി, 2 അള്ളാന്റെ മാർഗത്തിൽ ചെലക്കാൻ. ഈ ഒരു കുറഞ്ഞ പേജിൽ തന്നെ 3-4 പ്രാവശ്യം സദക്ക ചെയ്യാൻ പറഞ്ഞു. അള്ളാഹ്ക്ക് നല്ല കടം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം ഇത് എല്ലാവരും ആവാൻ പോകുന്നത് അതാണ്. ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമ, നുരുമ്പിപ്പോവും, പിന്നെ ഒന്നിനും പറ്റാതാവും. ആര്? ചെടിയല്ല, പിന്നെ നമ്മളെ അവസ്ഥയാണ്. വരുമ്പം കിളിർത്ത് ഇങ്ങനെ കൂമ്പായിട്ട് ഉഷാറായിട്ട് വരും, പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നങ്ങാട് പോകുന്നു. കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അതുകൊണ്ട് ചെയ്യൽ ഇൻഷാ അല്ലാഹ്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഭൗതിക ജീവിതം വഞ്ചനയുടെ ചരക്കല്ല. എന്തായാലും വഞ്ചന ഉണ്ടാവും ഇതിൽ. ഇതിന്ന് വിട്ടുക്കലാണ് ഏറ്റവും വലിയ ബുദ്ധി. നബിതങ്ങൾ സാഹസങ്ങൾ പറഞ്ഞു, രോഗിയെ നിങ്ങൾ വെള്ളത്തിൽ നിന്ന് സൂക്ഷിക്കുന്നത് പോലെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആളുകളെ ദുനിയാവുന്ന് സൂക്ഷിക്കും. ദുനിയാവുന്ന് സൂക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് പൈസ കൊടുക്കൂലെന്നാ അല്ല, അതിന്റെ ആർത്തിന്ന് രക്ഷപ്പെടുത്തും. അല്ലെ പൈസ ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ചിലവാക്കുണ്ടാവും. ചില ആൾക്കാരൊക്കെ ചിലവാക്കണാണ്ട് നമുക്ക് അത്ഭുതം തോന്നും. പൈസ ഉണ്ടായാൽ മതിയെന്ന് വിചാരിക്കും നമ്മൾ. അള്ളാഹ് നമുക്ക് അമൽ ചെയ്യാൻ തോഫീക്കായിട്ട്. അതുകൊണ്ട് ആലോചിക്കും മരിക്കണതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ. കൊടുത്തതേ ഉണ്ടാവുള്ളൂ, കൊടുക്കാത്തത് ഉണ്ടാവില്ല കേട്ടോ. കൊടുക്കാന്ന് വിചാരിച്ച് കൊണ്ടുപോകാര് ശൈത്താന് പെട്ടെന്ന് മരണം സംഭവിച്ചാൽ കൊടുക്കാൻ കഴിയില്ല. പലപ്പോഴും വസിയത്ത് ചെയ്താലും കൂടി എന്താവൂല കൊടുത്തോളണം എന്നില്ല, പൂർത്തിയാവില്ല. അതിനെന്തെങ്കിലുമൊക്കെ ന്യായീകരണം വകുപ്പൊക്കെ മക്കൾ ഉണ്ടാക്കും. ഒരാൾ വ്യക്തമായി എഴുതിയിട്ട് കവറിലാക്കിയിട്ട് അയാളെ ബെഡ്റൂം വെച്ചിരുന്നു. എന്നിട്ട് അയാൾ മരിച്ചു. അപ്പൊ അയാളിങ്ങനെ കിടക്കുകയാണ്, എല്ലാവരും ബെഡ്റൂം കൈകാര്യം ചെയ്തിട്ട്. മക്കൾ അത്ഭുതമായിട്ട് എന്നോട് പറഞ്ഞത് എന്താണ് പറഞ്ഞാൽ, മരിക്കണത് വരെ അത് ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ എന്ന്. എന്നാൽ അയാൾ ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു കവറിലുള്ളത്, ഒരു കവറിലിട്ട് വെച്ചിട്ട് ആ കവറിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്, ഇത് മക്ബൂൽ ഉസ്താദിനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അതിൽ. അങ്ങനെ പോലെ പൊട്ടിച്ചൊക്കെ നോക്കിയപ്പോൾ അതിലുണ്ട്. അപ്പൊ എന്റെ പേരൊക്കെ എഴുതിനെ, അതിന്റെ കാര്യം എങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഉസ്താദിനോട് ചോദിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഒരു വലിയ 1 കോടി റുപ്യ ഒരു കച്ചവടത്തിൽ ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം. 1 കോടി റുപ്യ. ആ കോടിന്റെ എങ്ങനെ ഇതിന് ഇത്ര ശതമാനം, 30% ഇതിന്, 30% ഇതിൽ, 30% എന്റെ കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക്, 30% ഇന്ന പാവപ്പെട്ട ആൾക്കാർക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ശതമാനമൊക്കെ എഴുതി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും ചെയ്യണം, ഇനി അത് പിന്നെ ബാക്കിയുള്ളവർക്ക് ഇതാവാണെങ്കിൽ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായി എഴുതി വെച്ചിട്ട് ആളെന്തായിന് മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് ഖബറിനെ സ്വർഗ്ഗത്തോപ്പാകട്ടെ. നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആരും അറിയാതെ എന്ത് ചെയ്യുന്ന ആളാണ്, ധർമ്മം ചെയ്യുന്ന ആളാണ്. മക്കളോ ഭാര്യയോ ഒരാളും അറിയില്ല. അപ്പൊ എഴുതി വെച്ച് പോയിന് 1 കോടി റുപ്യ. എന്നാ അയാൾ ഭയങ്കര കോടികളുള്ള ആളുമല്ല. എന്നാ മക്കൾക്കൊക്കെ ഉള്ളത്, മക്കൾക്ക് പെരെടുക്കാനുള്ളത് പെര ഉണ്ടാക്കിന്, എല്ലാ മക്കളും പെരണ്ടാക്കിന്, പെരണ്ടാക്കാൻ അയാൾ പൈസ കൊടുത്തിന്, പെൺമക്കളുടെ കാര്യത്തിൽ എല്ലാത്തിനും പൈസ കൊടുത്തിന്, വേറൊരു പൈസ കൊടുത്തിന് ഇതേമാതിരി 1 കോടി 1.5 കോടി റുപ്യയുടെ ഒക്കെ അയാളെ മക്കൾക്കും കുടുംബത്തിനുള്ളതാണ്. ഈ ഒരു ഇത് ഇതിനു വേണ്ടിയില്ലാണ്, എന്റെ കുടുംബത്തിലെ പാവങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ പൊതുവായ പാവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ചിട്ട് ശതമാനമൊക്കെ എഴുതിയിട്ട് മരിച്ചു. മക്കൾ മാഷാ അല്ലാഹ് നല്ല ദീനുള്ള മക്കളുമാണ്. മക്കളെ നടപ്പിലാക്കണ കാര്യം ഇതെങ്ങനെ നടപ്പിലാക്കാന്ന് ചോദിച്ചിട്ട് ഒരു വന്നിരുന്നു. ഞാൻ അതിന്റെ വകുപ്പ് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു ഇങ്ങനൊക്കെ മനുഷ്യന്മാർ മരിച്ചുകൊണ്ട്, അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, വെറുതെ എങ്ങനെ ജീവിച്ച് ഇവിടെ ഇങ്ങനെ ഇട്ടച്ച് പോണേക്കാൾ നല്ലത് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് പോയിക്കോളി. ഏറ്റവും ഉപകാരമുള്ള സ്ഥലം എവിടെയാണ് അതിന് കോടിയൊന്നും ഉണ്ടായിക്കോളുന്നില്ല. 1000 റുപ്യ ഉണ്ടായാലും മതി. ഒരാൾക്ക് 10000 റുപ്യ ഉണ്ടായാൽ 1000 റുപ്യ കൊടുത്താലും മതി. അവിടെ ചെലവാക്കൂല ഇൻഷാ അല്ലാഹ്. ചെലവാക്കണതിനനുസരിച്ച് ആഖിറത്ത് അടുപ്പുണ്ടാവും. അടുപ്പുള്ളവനക്ക് എന്താക്കാൻ കഴിയുള്ളൂ? അവിടെ പോയാൽ കിട്ടുമെന്ന് വിചാരിച്ചാലല്ലേ എന്ത് ചെയ്യുള്ളൂ. ഒരാൾ നാട്ടിൽ തന്നെ വരാൻ വിചാരിച്ചില്ലോ, നാട്ടിൽ പൈസ അയക്കോ? നിങ്ങൾ പറയും
ചില ആൾക്കാരുണ്ടല്ലോ അങ്ങനെ വാപ്പനോടൊക്കെ ദേഷ്യം പിടിച്ചു വെച്ച് സൗദി അറേബ്യയിലൊക്കെ ഇങ്ങനെ ആൾക്കാരാണ് ഒരു കൊട്ടൻ ഉറുപ്പ് ഇങ്ങോട്ട് അയക്കൂല. കാരണം എന്താണ്, ഓൻ ഇങ്ങോട്ട് വരാനുള്ള പരിപാടി തന്നെ ഇല്ല. ഓൻ പിന്നെ അങ്ങനെ അയക്കുക. ഇതേമാതിരി ആഖിറത്തേക്ക് പോകാൻ വിചാരിക്കാത്തവർക്ക് അയക്കാൻ കഴിയൂല, പോണെന്ന് വിചാരിക്കണവർക്ക് അതുകൊണ്ട് ആലോചിക്കൂലേ, ഇന്നത്തെ ഈ മൂച്ചിൽ തന്നെ തീരുമാനം എടുത്തേക്കണം. നാളായാൽ രാവിലായാലും വേറെ വെളിച്ചൊക്കെ കണ്ടാലേ അത് വേറെ കൊലത്തിലാവും. അവിടെ ഇന്ന് തന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞ് 2 സുന്നത്തൊക്കെ നിസ്കരിച്ച് ഒരു തീരുമാനം എടുത്തിട്ട് പോവുക. അല്ലെങ്കിൽ ആ വെളിച്ചം വെച്ചത് കഴിഞ്ഞു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആലോചിച്ചോളി. ഞാനെന്തെങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇതിന് കൊടുത്തോളി അതിന് കൊടുത്തോളി ഇക്കൊന്നോളി എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്തിനു കൊടുത്താലും കുഴപ്പമില്ല, നിങ്ങൾ ആഖിറത്തിന് വേണ്ടിയിട്ട് ചെയ്യല ഇൻഷാ അല്ലാഹ്. എനിക്ക് കഴിയില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. എല്ലാവർക്കും എന്ത് ചെയ്യും, എല്ലാവർക്കും കഴിയും. 10,000 രൂപ നമ്മൾ വാങ്ങണവനും കഴിയും എന്തെങ്കിലുമൊക്കെ അവന്റെ ആഖിറത്തിന് ഉണ്ടാക്കാൻ. ഇൻഷാ അല്ലാഹ് അല്ലാഹ് ചെയ്യാൻ തോഫീക്ക്.